ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. CW നിർമ്മല എഴുതിയ നോവൽ സായുജ്യം. അധ്യായം 1. ദൂരെ മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൽ നിന്ന് 5 മണിക്കുള്ള സൈറൺ മുഴങ്ങി. അമ്പലങ്ങളിലും പള്ളികളിലും നിന്ന് ഭക്തിഗാനങ്ങളുടെ റെക്കോർഡുകൾ മത്സരിച്ചു തുടങ്ങി. എവിടെയൊക്കെയോ കോഴികൾ കൂവുന്നു, നായ്ക്കൾ കുരയ്ക്കുന്നു. ഗ്രാമം ഉണരുകയായി. പുതിയ പുലരിയിലേക്ക്, ജീവനുള്ള സ്വപ്നങ്ങളിലേക്ക്. വിമല നേരത്തെ ഉണർന്നു കഴിഞ്ഞിരുന്നു. ശ്രീരഞ്ജിനിയെ വിളിച്ചുണർത്തി. അമ്മാമ്മയുടെ മകളാണ്. എല്ലാവരും ഉണരുമ്പോഴേക്കും കുളിച്ചിട്ട് വരാം, വിമല പറഞ്ഞു. രണ്ടാളും മുറ്റത്തിറങ്ങി. ഇനിയും നിലാവ് അസ്തമിച്ചിട്ടില്ല. ഗ്രാമത്തെ പുൽകി ഉണർത്തുന്ന പുലരിക്ക് മീതെ അത് തളം കെട്ടിക്കിടക്കുന്നു. ആകാശത്ത് ഒറ്റതിരിഞ്ഞ് പ്രകാശിക്കുന്ന ഏതാനും നക്ഷത്രങ്ങൾ. ഇലകളിൽ നിന്നും മഞ്ഞുതുള്ളികൾ അടർന്നു വീഴുന്ന ശബ്ദം. ഈറൻ നിലാവിൽ കുളിർന്ന് രണ്ടുപേരും പുഴയരികിലേക്ക് നടന്നു. ഒഴുക്കും ഓളവുമില്ലാത്ത പുഴ. ഇരുകര മുറ്റിയൊഴുകിയ കാലഘട്ടങ്ങളുടെ ഓർമ്മയുണർത്തുന്ന മണൽപ്പുറം. മണൽത്തിട്ടകൾക്കിടയിൽ ഓരോരോ കുഴികൾ. അത്തരം ഒരു കുഴിയിലിറങ്ങി അവർ മുങ്ങിക്കുളിച്ചു. നിലാവ് അസ്തമിച്ചു. കിഴക്ക് ആകാശത്ത് പുലരിത്തുടുപ്പ്. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ മിക്കവരും ഉണർന്നു കഴിഞ്ഞിരുന്നു. ഇന്നലെ എത്തിയ അതിഥികൾ കൂടിയും ഉണർന്നു. ചിലർ മുറ്റത്തു നിരത്തിയ കസേരകളിൽ വന്നിരുന്ന് കട്ടൻ കാപ്പി കുടിക്കുകയോ ബീഡി വലിക്കുകയോ ചെയ്യുന്നുണ്ട്. വിമല ശ്രീരഞ്ജിനിയെയും കൂട്ടി അമ്പലത്തിലേക്ക് യാത്രയായി. ശ്രീകോവിലിന് മുൻപിൽ തൊഴുതു നിൽക്കുമ്പോൾ എന്തിനെന്നറിയാതെ കണ്ണു നിറഞ്ഞു. വിറയാർന്ന ചുണ്ടുകൾ പലവരും മന്ത്രിച്ചു. കൃഷ്ണ, മുരളീധര, കാക്കണേ, ഭഗവാനെയുള്ളു തുണ, വേറെ ആരുമില്ല. പലരും തുണയ്ക്കുണ്ടെന്ന് ധരിച്ചിരുന്നു. മിത്രവേഷം കെട്ടിയ ശത്രുക്കളായിരുന്നു അധികവും. ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും സ്വാർത്ഥരായി പെരുമാറി. ലാഭേച്ഛ മാത്രമായിരുന്നു എല്ലാവർക്കും. മാതാപിതാക്കൾ പോലും തള്ളിപ്പറഞ്ഞില്ലേ. സ്നേഹമല്ലാതെ മറ്റൊന്നും മക്കൾക്ക് നൽകാൻ കഴിയുകയില്ലെന്ന് താൻ വിചാരിച്ചിരുന്നവർ. മാതാപിതാക്കൾക്ക് മക്കളോടും മക്കൾക്ക് തിരിച്ചുമുള്ള സ്നേഹം മനുഷ്യരിലും ജന്തുക്കളിലും ഏറെക്കുറെ തുല്യമാണെന്ന് പണ്ട് ഗോപികൃഷ്ണൻ പറഞ്ഞപ്പോൾ ആത്മരോഷത്തോടെ അയാളോട് വഴക്കിട്ടവളാണ് താൻ. അയാൾ അന്ന് പറഞ്ഞു, സന്തതികൾക്ക് പ്രായപൂർത്തിയാകുന്നതോടെ 2 വർഗത്തിലും സ്നേഹമില്ലാതാകുന്നു. ഒരു 25 വയസ്സുവരെ മനുഷ്യസന്തതിയെ അതിൻ്റെ തന്തയും തള്ളയും സ്നേഹിച്ചേക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അമിത ആശ്രയത്വം കൂടിയ സ്നേഹമായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. ജന്തുക്കളിൽ അതില്ലെന്ന് മാത്രം. കൊടുത്തത് തിരിച്ചു വാങ്ങാൻ ജന്തു കാത്തിരിക്കുന്നില്ല. അത്രയും സ്വാർത്ഥത അതിനില്ലാതെ പോയി. ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം അത് ശരിയാണെന്ന് ബോധ്യം വന്നിരിക്കുന്നു. പണ്ട് ശ്രീകോവിലിന് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയായിരുന്നു: കൃഷ്ണ, ഭഗവാനെ, എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നല്ല കാലം വരുത്തണമേ. അവർക്കു വേണ്ടി ജീവിക്കാനും അവർക്ക് വാരിക്കോരി കൊടുക്കുവാനും എനിക്ക് കഴിയണമേ. ഇന്ന് പ്രാർത്ഥന മറിച്ചായിരിക്കുന്നു. കൃഷ്ണ, എന്നെ സ്വാർത്ഥമതിയാക്കണേ. ഉദാരശീലത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. 30-ൽ ചുല്ലാനും വർഷം ജീവിച്ചിട്ടും കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം വാരിക്കോരി കൊടുത്തിട്ടും ബന്ധുമിത്രാദികളുടെ മുറുമുറുപ്പല്ലാതെ ഒന്നും നേടാൻ കഴിയാത്തവളാണ് ഞാൻ. ഇത്രയും കാലം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. ഇനിയെങ്കിലും എനിക്ക് വേണ്ടി ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. വിമല കൈകൂപ്പി കണ്ണുകളടച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ശ്രീരഞ്ജിനി ചോദിച്ചു, ചേച്ചി എന്താ പ്രാർത്ഥിച്ചത് ഭഗവാനോട്? പലതും. എന്നാലും എന്നെ എനിക്ക് വേണ്ടി ജീവിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. വേറൊന്നും പ്രാർത്ഥിച്ചില്ലേ? എന്നെ കെട്ടാൻ പോണ പുരുഷൻ നല്ലവനും സ്നേഹമുള്ളവനുമായിരിക്കണേയെന്ന്. ദീർഘകാലം സുമംഗലിയായി ജീവിക്കാൻ അനുഗ്രഹിക്കണേയെന്ന്. ഇല്ല, ഞാനിത് മാത്രമേ അപേക്ഷിച്ചുള്ളൂ. അതിനുള്ള അനുഗ്രഹമാ എനിക്ക് വേണ്ടത്. ശരിയാ, അച്ഛൻ എപ്പോഴും പറയും ചേച്ചി ഒരു പൊട്ടിയാണെന്ന്, പാവമാണെന്ന്. എല്ലാവരും കൂടി ചേച്ചിയെ കളിപ്പിച്ചു. ഉണ്ടായിരുന്നതെല്ലാം തട്ടിയെടുത്തു. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കണ്ടേനെ. ഞാനും ഡെപ്പോസിറ്റ് ചെയ്തു കുട്ടി. പണം കൊടുത്തിട്ട് സ്നേഹം വാങ്ങി ശേഖരിച്ചു. പക്ഷേ എൻ്റെ ബാങ്ക് പൊളിഞ്ഞുപോയി. പണവുമില്ല, സ്നേഹവുമില്ല. 10-12 വർഷം അന്യദേശത്തു പോയി പണിയെടുത്ത് യൗവനം പാഴാക്കിയത് മിച്ചം. യൗവനം പാഴായിപ്പോയെന്ന് ചേച്ചി നിരാശപ്പെടേണ്ട. ഇപ്പൊ കണ്ടാലും ചേച്ചി സുന്ദരിയാ. ആരും ഒന്നുകൂടെ നോക്കും. എനിക്കും കൂടെ അസൂയ തോന്നാറുണ്ട്. 31 വയസ്സായ കുട്ടി. ഇന്നലെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഒരിഴ നരച്ചിരിക്കുന്നു. 31 ചേച്ചിയെ കാണാൻ 25 തോന്നിക്കൂ. പ്രായമായാൽ തന്നെ എന്താ? ഇപ്പോഴെങ്കിലും മംഗല്യഭാഗ്യം വന്നില്ലേ? അതും സുന്ദരനൊരുത്തൻ. ചേച്ചി ഭാഗ്യവതിയാ. അതെ, അവസാനം ഈശ്വരൻ തനിക്ക് മോചനം നൽകിയിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. വിമല ഓർത്തു. പ്രായത്തെ തോൽപ്പിക്കുന്ന സൗന്ദര്യമാണ് ഈ വേള തന്നെ രക്ഷിച്ചത്. ഈ സൗന്ദര്യവും ആരോഗ്യവും തുണയ്ക്കില്ലായിരുന്നെങ്കിൽ കഥ മറിച്ചാകുമായിരുന്നു.
വിമലയും ശ്രീരഞ്ജിനിയും വീട്ടിലെത്തി. വീട്ടിൽ വലിയ തിരക്കായി കഴിഞ്ഞു. ചിലർ വട്ടം കൂടിയിരുന്ന് വെടി പറയുന്നു. അച്ഛനും അമ്മാമ്മയും അതിഥികളെ സ്വീകരിച്ചിരുത്തുന്നു. എവിടെയും സംഭാഷണങ്ങൾ. ശബ്ദം കൊണ്ട് പരിസരം എരുമ്പുന്നു. പുറത്ത് വെയിൽ പരന്നു കഴിഞ്ഞു. 9 മണിക്ക് പന്തലിൽ വെച്ച് കാപ്പികുടി. മിക്കവാറും അതിഥികളെല്ലാം എത്തിക്കഴിഞ്ഞു. പന്തലിൽ തന്നെയാണ് കല്യാണ മണ്ഡപം ഒരുക്കിയിരിക്കുന്നത്. ചിലർ അത് അലങ്കരിക്കാനുള്ള പണികളിൽ വ്യാപൃതരായി. 10നും 10:30ക്കും ഇടയ്ക്കാണ് മുഹൂർത്തം. വിമലയുടെ മുറിയിൽ പെണ്ണുങ്ങൾ തിക്കിത്തിരക്കി. അവളെ അണിയിച്ചൊരുക്കുകയാണ്. ഇടയ്ക്ക് ആരോ വന്നു പറഞ്ഞു. ചെറുക്കൻ കൂട്ടരെത്തി. ഇടയ്ക്ക് അച്ഛനും അമ്മാമ്മയും വന്ന് തല കാണിച്ചിട്ട് പോയി. കടന്നു പോകുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, വേഗമാകട്ടെ, മുഹൂർത്തമാകുന്നു. ഇടയ്ക്ക് വീണ്ടും അച്ഛൻ വന്നു. ഒരുക്കം കഴിഞ്ഞില്ലേ ഇതുവരെ? കഴിഞ്ഞു. അകമ്പടിക്കാർ വരാന്തയിലേക്ക് നയിച്ചു. പന്തലിൽ നിറയെ ആളുകൾ. എല്ലാവരുടെയും ശ്രദ്ധ തന്നിൽ. പെണ്ണുങ്ങളുടെ വായ്ക്കുരുവ. അച്ഛനും അമ്മയ്ക്കും വെറ്റിലപ്പാക്ക് വെച്ച് നമസ്കരിച്ചു. അവർ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഒടുവിൽ അമ്മാമ്മയ്ക്കും വെറ്റിലപ്പാക്ക് വെച്ചു. അദ്ദേഹത്തിന്റെ വിറയാർന്ന കൈത്തലം നെറുകയിൽ. ദീർഘസുമംഗലി ഭവ. നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചത് അമ്മാമ്മ മാത്രമാണ്. അദ്ദേഹമായിരുന്നു എന്നും തനിക്ക് തുണ, എന്നും ഉപദേശകൻ. അമ്മാമ്മ തന്റെ അച്ഛനായിരുന്നെങ്കിലെന്ന് എത്ര തവണ ആശിച്ചിട്ടുണ്ട്. സ്വാർത്ഥതയുടെ കറപുരളാത്ത സ്നേഹവും വാത്സല്യവും. കൊടുത്തതെല്ലാം നന്ദിപൂർവ്വം നിരസിച്ചിട്ടേയുള്ളൂ. എനിക്കൊന്നും വേണ്ട മോളെ, നീ സന്തോഷമായിരുന്നാൽ മതി. എപ്പോഴും പറയും. വീട്ടുകാരുടെ എതിർപ്പിനെയെല്ലാം തേച്ചു മായ്ച്ച് ഈ കല്യാണം നടത്തിത്തരാൻ മുൻകൈയെടുത്തതും അമ്മാമ്മയാണ്. അദ്ദേഹമില്ലെങ്കിൽ ഇത് നടക്കുകയില്ല. എനിക്കൊരു മകനില്ലാതെ പോയി മോളെ. അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ കറവപ്പശുവായി നിർത്താതെ അവനെക്കൊണ്ട് ഞാൻ കെട്ടിക്കുമായിരുന്നു. അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒറ്റ മകളെയുള്ളൂ അമ്മാമ്മയ്ക്ക്, ശ്രീരഞ്ജിനി. കല്യാണ മണ്ഡപത്തിൽ കാലെടുത്തു വച്ചപ്പോൾ ഉടൽ വിറയ്ക്കുന്നുണ്ടെന്ന് തോന്നി. ശുഭ്രവസ്ത്ര വേഷധാരിയായി അദ്ദേഹം കല്യാണ മണ്ഡപത്തിലിരിക്കുന്നു. തന്റെ പുരുഷൻ. തനിക്കിരിക്കാനിടമില്ലെന്ന് കരുതിയാവണം അല്പം ഒതുങ്ങിത്തന്നു. മണ്ഡപത്തിലിരുന്ന് പന്തലിനെ ആകമാനം നോക്കി. പിന്നെ കണ്ണുകൾ താഴ്ത്തി. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മനസ്സിൽ വിരിഞ്ഞ സ്വപ്നമാണിത്. കല്യാണ മണ്ഡപം, ചടങ്ങുകൾ, ഒടുവിൽ തന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്ന പുരുഷൻ. ആ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാകുന്നു. ഹൃദയം നിറയെ പ്രേമത്തിന്റെ സുഗന്ധവും കരുതിവെച്ച് കാത്തുകാത്തിരുന്നു. ഒടുവിൽ നായകൻ വന്നണഞ്ഞിരിക്കുന്നു. സ്വപ്നത്തിൽ ഭാര്യയായതിന് കണക്കില്ല. ഭർത്താവിന്റെ ലാളനകളേറ്റും കുഞ്ഞുങ്ങളെ താരാട്ടിയും സങ്കല്പത്തിലൂടെ തള്ളിവിട്ടിരുന്ന ജീവിതം ഇനി സ്വപ്നങ്ങളല്ല, സ്വപ്നം പോലെയുള്ള സത്യങ്ങൾ മാത്രം. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കഴുത്തിൽ താലി ചാർത്തേണ്ട മുഹൂർത്തമായി. ആളുകൾ മുൻപോട്ട് തിക്കിത്തിരക്കി നീങ്ങുന്നു. ഫോട്ടോഗ്രാഫറുടെ കയ്യിലെ ക്യാമറയുടെ ഫ്ലാഷ് പലതവണ കണ്ണഞ്ചിച്ചു. പെട്ടെന്ന് ആളുകൾക്കിടയിൽ ഒരു കലക്കം. എല്ലാവരെയും തള്ളിമാറ്റി ഒരുവൻ ഇടിച്ചു കയറി വന്നു. മണ്ഡപത്തിന്റെ തൊട്ടു മുൻപിലേക്ക് അവൻ ചാടി. താലി കെട്ടാൻ വരട്ടെ. വിമല ഞെട്ടി മുഖമുയർത്തി. രാജൻ ബാബു. നെഞ്ചിലൊരു ഇടിമുഴക്കം. മണ്ഡപം തകർന്ന് നിലം പൊത്തുകയാണെന്ന് തോന്നി. ആളുകൾ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു. മാറി നില്ലടാ, എന്താടാ കാര്യം? അമ്മാമ്മ ഇടപെട്ടു. ഈ കല്യാണം നടക്കില്ല, നടത്താൻ ഞാൻ സമ്മതിക്കില്ല. വീണ്ടും ഒരു നടുക്കം. വിമല അവിടെ ഇരുന്നുരുകി. നീ ആരാ അത് പറയാൻ? അമ്മാമ്മ ചോദിക്കുന്നു. ഞാനോ? ഞാൻ അവളുടെ ഭർത്താവ്. ഭർത്താവോ? അതെ, ഭർത്താവ്. സംശയമുണ്ടെങ്കിൽ അവളോട് ചോദിച്ചു നോക്ക്. ആൾക്കൂട്ടത്തിൽ നിശബ്ദത വ്യാപിച്ചു. വിമല മണ്ഡപത്തിൽ ബോധമറ്റു വീണു. അധ്യായം 2. വിമലയെ ആരൊക്കെയോ താങ്ങിയെടുത്ത് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. പ്രതിശ്രുത വരൻ എഴുന്നേറ്റ് മണ്ഡപത്തിൽ നിന്നും താഴെയിറങ്ങി. രാജൻ ബാബു മണ്ഡപത്തിലേക്ക് കയറി നിന്ന് പന്തലിലുള്ളവരെയെല്ലാം നോക്കി. അതിനുശേഷം ഒരു നാടകീയ പ്രഖ്യാപനം നടത്തി. കഴിഞ്ഞ 12 വർഷമായി വിമല എന്റെ ഭാര്യയാണ്. ആളുകൾ ശബ്ദിക്കുന്നില്ല. ആകെ ഒരു സ്തംഭനാവസ്ഥ. വലിയൊരു അത്യാഹിതം സംഭവിച്ച പ്രതീതി. വിമലയുടെ മാതാപിതാക്കളും അമ്മാവനും ഇടിവെട്ടേറ്റതുപോലെ നിൽക്കുകയാണ്. ഒടുവിൽ അമ്മാമ്മ രാജൻ ബാബുവിനോട് ചോദിച്ചു, നീ അവളുടെ ഭർത്താവാണെന്നതിന് തെളിവ് വല്ലതുമുണ്ടോ? തെളിവെന്തിന്? അവളോട് ചോദിച്ചാട്ടെ. അവൾ നിഷേധിച്ചാൽ ആ നിമിഷം ഞാൻ സ്ഥലം വിട്ടോളാം. വിവാഹം കഴിച്ചെങ്കിൽ അതിന് തെളിവുണ്ടായിരിക്കണം. വെറുതെ കയറി വന്ന് ഇവളെന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിച്ചു തരില്ല. ഇമാതിരി കല്യാണം മുടക്കികളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അമ്മാമ്മ കയ്യിൽ കിട്ടിയ ന്യായത്തിൽ കടിച്ചു തൂങ്ങി. തെളിവ് വേണമെങ്കിൽ അതുമുണ്ട്. രാജൻ ബാബു ഒരു കടലാസ് ചുരുളെടുത്ത് നിവർത്തി. മുദ്രപത്രമാണ്. രജിസ്റ്റർ ചെയ്ത വിവാഹ ഉടമ്പടി. ആദ്യം അമ്മാമ്മ വായിച്ചു നോക്കി. പിന്നെ പലരുടെ കൈകളിലൂടെ അത് കൈമാറിപ്പോയി. രാജൻ ബാബുവും വിമലയും തമ്മിലുള്ള വിവാഹത്തിന്റെ സാക്ഷ്യപത്രം. ഇയാൾ പറയുന്നത് കളവല്ലെന്ന് എല്ലാവർക്കും ബോധ്യമായി.
വിമലയുടെ ബന്ധുക്കളുടെ ശിരസ് താണു. അവരുടെ നാവിറങ്ങിപ്പോയതുപോലെയായി. മിണ്ടാൻ കഴിയുന്നില്ല. ഇതുപോലൊരു അപമാനം. ഈശ്വര! ഗംഗാധരൻ നായർ നെഞ്ചു തിരുമ്മി. പന്തലിലെ ആൾക്കൂട്ടത്തിൽ നിന്നും കുശുകുശുപ്പുകൾ ഉയർന്നു. നീ അവളെ കെട്ടിയിട്ട് 12 കൊല്ലമായില്ലേ? നീ ഇതുവരെ എവിടെയായിരുന്നു? അമ്മാമ്മ അച്ചു നായർ ചോദിച്ചു. കുറെ കാലം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു. പിന്നെ പിണങ്ങിപ്പിരിഞ്ഞു. രാജൻ ബാബു പറഞ്ഞു. ഇപ്പോഴും പിണക്കത്തിലാണോ? അതെ. പിണങ്ങാൻ എന്താ കാരണം? അവളുടെ വഴി പിഴച്ച ജീവിതം, അന്യപുരുഷന്മാരുമായുള്ള രഹസ്യവേഴ്ച, അത് കാരണം ഞാൻ അവളെ ഉപേക്ഷിച്ചു. ഇത്രയും കാലമായിട്ട് നിങ്ങൾ അവളെ കല്യാണം കഴിച്ചെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അവളത് നിങ്ങളോട് പറയാത്തത് എൻ്റെ കുറ്റമല്ലല്ലോ. ഇതൊരു ചതിയാണ്, കൊടുംചതി. എൻ്റെ ജോലി തീർന്നു. വാദപ്രതിവാദത്തിന് എനിക്ക് സമയമില്ല. ഞാൻ പോകുന്നു. രാജൻ ബാബു ഇറങ്ങി നടന്നു. നില്ലടാ, അച്ചു നായർ വിളിച്ചു. രാജൻ ബാബു നിന്നു. നിന്റെ ഭാര്യയാണെന്നല്ലേ പറഞ്ഞത്? അവളെ കൂടി കൂട്ടിക്കൊണ്ടുപോ. അതിന് എന്നെ കിട്ടുകയില്ല. ഒരു തേവിടിശിയെ ഭാര്യയായി പൊറുപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ നീ എന്തിനു ഇവിടെ വന്നു? അവളിനിയും ആരെയും വഞ്ചിക്കാതിരിക്കാൻ, ഈ നിൽക്കുന്ന ചെറുക്കനും കൂട്ടർക്കും ചതി പറ്റാതിരിക്കാൻ. എനിക്ക് പറ്റിയത് ഞാൻ സഹിച്ചു. അയാൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു നീങ്ങി. മുറ്റത്തിന് താഴെയുള്ള ഒതുക്കുകൾ ഇറങ്ങി. ഇടവഴിയുടെ തിരിവിൽ മറഞ്ഞു. കല്യാണപ്പന്തലിൽ വല്ലാത്തൊരു കലക്കം. ആളുകൾ പ്രാകുകയും പിറുപിറുക്കുകയും ചെയ്തുകൊണ്ട് അങ്ങുമിങ്ങും നീങ്ങി. വരന്റെ കൂട്ടർ പെൺവീട്ടുകാരെ പുലഭ്യം പറഞ്ഞു തുടങ്ങിയിരുന്നു. ആകെ ബഹളം. വന്നവർക്കെല്ലാം തങ്ങൾ അപമാനിക്കപ്പെട്ടതുപോലെ തോന്നി. പന്തലിന്റെ കോണിൽ ചെറിയ തോതിൽ ഉന്തും തള്ളും നടന്നു. പ്രതിശ്രുതപരനും അയാളുടെ ഏറ്റവും അടുത്ത ചില ആൾക്കാരും ചേർന്ന് തങ്ങളുടെ പക്ഷക്കാരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പെൺവീട്ടുകാരിൽ പ്രമാണികളെല്ലാം വീട്ടിനുള്ളിലേക്ക് തലവലിച്ചു കളഞ്ഞു. എടാ എമ്പോക്കികളെ! വരന്റെ പക്ഷത്തെ ഒരു കാരണവർ രോഷാകുലനായി വിളിച്ചു പറഞ്ഞു. കണ്ടവന്റെയൊക്കെ കൂടെ കെട്ടിയും അല്ലാതെയും തോന്നിയാസത്തിന് തേവിടിശയെപ്പോലെ ജീവിച്ച അഴിഞ്ഞാട്ടക്കാരി പെണ്ണിനെയല്ലേ നീയൊക്കെ ഞങ്ങളുടെ കൊച്ചന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത്? ഈ ചതിക്കും അപമാനത്തിനും നിന്നെയൊക്കെ കോടതി കയറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അടിമപ്പണി ചെയ്യാമിടാ. ഈശ്വരൻ കാത്തു. അതുകൊണ്ട് താലി വെക്കുന്നതിന് മുൻപേ വിവരമറിഞ്ഞു. ചതിയന്മാര്, നാറികള്, തെണ്ടികള്. മതി കാർന്നോരെ, ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിരുന്ന് പറഞ്ഞാൽ മതി. പെൺവീട്ടുകാരിൽ ഒരാൾ ഇടപെട്ടു. ഇവിടെ നിന്ന് പറഞ്ഞാലെന്താ? എന്താടാ? 4-5 പേർ മുന്നോട്ട് വന്നു. അവളുടെ അമ്മയുടെ കല്യാണ മണ്ഡപം. ചന്ദനത്തിരി പുകയുന്ന തട്ടം ആരോ തൊഴിച്ചു തെറിപ്പിച്ചു. നിറപറയും നിലവിളക്കും മറ്റാരോ ചവിട്ടിമറിച്ചു. ചിലർ തോരണങ്ങളും പൂമാലകളും പിച്ചിപ്പറിച്ചെറിഞ്ഞു. കല്യാണ മണ്ഡപം താറുമാറായി. പോറ്റി എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നേ? ഇവിടെ നീ കല്യാണമല്ല, അടിയന്തരമാ നടക്കാൻ പോകുന്നത്. പൂജാരിയോട് ഒരുവൻ പറഞ്ഞു. വിവാഹത്തിന്റെ പ്രധാന കാർമ്മികത്വം വഹിക്കാനെത്തിയ അയാൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു. ഈശ്വരനെ വിചാരിച്ച് ആരും ബഹളമുണ്ടാക്കരുത്. എല്ലാം യാദൃച്ഛികമാണ്. ഞങ്ങളാരും ഒന്നും അറിഞ്ഞോണ്ടല്ല. എന്താണ് സംഭവമെന്ന് പെണ്ണിനും കുളം കലക്കിയിട്ട് പോയ ആ തെമ്മാടിക്കും മാത്രമേ അറിയാവൂ. ബാക്കി എല്ലാവരും നിരപരാധികളാണ്. പെൺവീട്ടുകാരിൽ വിവരമുള്ള ചിലർ പലരെയും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പന്തലിലൂടെ നീങ്ങി. വരന്റെ ആൾക്കാർ വെല്ലുവിളിച്ചും ഭീഷണി മുഴക്കിയും പന്തലിൽ ചുറ്റി നടന്നു. അവർക്ക് പെൺവീട്ടുകാരെ തല്ലണം. തല്ലിയാലേ തൃപ്തി വരൂ. ഈ അപമാനത്തിനും ചതിക്കും ഇതിൽ കുറഞ്ഞ ശിക്ഷയില്ലെന്നാണ് അവരുടെ പക്ഷം. അടിച്ചു നിരപ്പാക്കി പന്തലിന് തീയും വെച്ചിട്ട് വേണം മടങ്ങാൻ. പിരിഞ്ഞു പോകാൻ പറഞ്ഞിട്ടും ആളുകളൊന്നും പിരിഞ്ഞു പോകുന്നില്ല. അവളുടെ തന്തയും തള്ളയും അമ്മാവനെയും ഇങ്ങോട്ട് ഇറക്കിവിട്. അവരോട് ചിലതൊക്കെ ചോദിക്കാനുണ്ട്. ഒരുത്തൻ വിളിച്ചു പറഞ്ഞു. ആരോടും ഒന്നും ചോദിക്കണ്ട, സ്ഥലം വിടാം. മറ്റൊരാൾ അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ സ്ഥലം വിടാനല്ലെന്ന് നമ്മൾ വന്നത്. നമ്മളെ ചതിച്ചതിന് വെറുതെ വിട്ടാൽ പറ്റുകയില്ല. പകരം ചോദിക്കണം. പന്തലിൽ പലയിടത്തും വാഗ്വാദം മുറുകി. എപ്പോൾ വേണമെങ്കിലും അടികലശലുണ്ടായേക്കാമെന്ന് തോന്നി. പ്രതിശ്രുത വരൻ ഉറ്റ ബന്ധുക്കളെയും കൂട്ടി പന്തലിൽ നിന്നും ഇറങ്ങിപ്പോയി. അവർ 2 കാറുകളിൽ കയറി സ്ഥലം വിട്ടു. ചെറുക്കനും മറ്റും പോയതോടെ ചെറുക്കൻ കൂട്ടർ ഒന്നയഞ്ഞു. ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഇറങ്ങിത്തുടങ്ങി. പന്തലിലെ സംഘർഷത്തിനും ഒരയവ് വന്നു. സംഭവത്തിന്റെ വാസ്തവസ്ഥിതി അറിഞ്ഞിട്ടേ പോകൂ എന്ന് തീരുമാനിച്ചവർ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. വരന്റെ ബന്ധുമിത്രാദികൾ സ്ഥലം വിട്ടതോടെ വിവാഹപ്പന്തലിലെ ബഹളം വീട്ടിനുള്ളിലേക്ക് വ്യാപിച്ചു. വീട്ടുകാർ തമ്മിൽ വഴക്കും വാഗ്വാദവുമായി. കുടുംബത്തിൽ ദുഷ്പേരും അപമാനവുമുണ്ടാക്കിയെന്ന് ഒരു കൂട്ടർ. ചിലർ ഇനിമേലിൽ ഈ മുറ്റത്ത് കാൽകുത്തുകയില്ലെന്ന് ശപഥം ചെയ്ത് ഇറങ്ങിപ്പോയി. വേറെ ചിലർ അപമാനിതരായി ദുഃഖഭാരത്തോടെ തലയും കുനിച്ചിരിപ്പായി. ചുരുക്കം പേർ സംഭവത്തിന്റെ സത്യാവസ്ഥ അറിയാൻ അക്ഷമരായി നിന്നു. പെണ്ണുങ്ങൾ അവിടെ കൂടി നിന്ന് അമർഷത്തോടെ വിമലയെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരുന്നു. വിമലയുടെ അച്ഛൻ ഗംഗാധരൻ നായർ
വിരളി പിടിച്ച് അങ്ങുമിങ്ങും നടന്നു. ഒരു വേള അയാൾ വിമലയുടെ മുറിയുടെ മുൻപിലെത്തി ധാർമ്മിക രോഷത്തോടെ വിളിച്ചു പറഞ്ഞു, നീ ഈ തറവാടിന്റെ അഭിമാനം കളഞ്ഞല്ലോടി മൂദേവി. ഇനി എങ്ങനെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുഖത്തു നോക്കും? പകൽ വെട്ടത്തിറങ്ങി നടക്കാൻ മേലെന്നായല്ലോ ഈശ്വര. എന്തൊരപമാനം! അതിന്റെ ബാക്കിയെന്നോണം മാധവിയമ്മ പറഞ്ഞു തുടങ്ങി. എന്നാലും ഞങ്ങളോട് ഈ കൊലച്ചതി ചെയ്തല്ലോടി നീ. ഈ നാട്ടിൽ ജീവിക്കാൻ മേലാണ്ടായല്ലോ. എല്ലാവരും ചെളി വാരി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആദ്യം ഒരാൾ എറിഞ്ഞിട്ട് വേണം മറ്റുള്ളവർക്കെറിയാൻ. അത് സാധിച്ചു. അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിമലയുടെ സഹോദരങ്ങൾ പുലഭ്യം പറച്ചിൽ തുടർന്നു. എനിക്കിവിടെ മാനം മര്യാദയ്ക്ക് ജീവിക്കേണ്ടതാ. ഒരുമ്പെട്ടോള് കാരണം അതിനും മേലാതായി. ഞാനൊരു കച്ചവടക്കാരനാ. നിത്യവും 100 കണക്കിന് ആൾക്കാരെ കാണേണ്ടവനാ ഞാൻ. അതെല്ലാം പോട്ടെ, എന്റെ ബിസിനസ്സിനെ ഇത് ബാധിക്കാതിരിക്കോ? വിമലയുടെ സഹോദരൻ വിശ്വൻ വിലപിച്ചു. വിമലയുടെ അനുജത്തി അനില കലി തുള്ളുകയായിരുന്നു. ഞാനും ഭർത്താവും കുഞ്ഞുങ്ങളും ഇനി ആത്മഹത്യ ചെയ്താൽ മതി. വീട്ടിൽ ചെന്ന് ഞാൻ എന്തു പറയും? അയൽപക്കക്കാരോട് എന്തു പറയും? വീട്ടിലുള്ളവർ തന്നെ കുത്തുവാക്ക് പറയാൻ തുടങ്ങും. അനുജത്തി അജിതയും അവളാലാവുന്നതുപോലെ ചേച്ചിയെ വിമർശിച്ചു. ഒന്നാമതേ കെട്ടിയോൻ വീട്ടുകാർക്ക് എന്നെ പുച്ഛമാ. അവരുടെ അത്രയും പണമില്ലെന്നും സ്ത്രീധനം കുറച്ചേ കൊടുത്തുള്ളൂ എന്നും പറഞ്ഞ് പോരെടുക്കാനേ നേരമുള്ളൂ. അമ്മായി അമ്മയ്ക്കും നാത്തൂന്മാർക്കും ഇതുകൂടിയായപ്പോൾ തൃപ്തിയായി. ഇനി അങ്ങോട്ട് തിരിഞ്ഞു കയറണ്ട. വിമലയുടെ ഇളയ ആങ്ങള അജയൻ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് നടന്നു. അവന് നാണം കെട്ടിട്ട് കോളേജിൽ പോകാൻ വയ്യത്രേ. കോളേജിലെ പല കൂട്ടുകാരെയും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. കോളേജിൽ മുഴുവൻ പാട്ടാവുകയില്ലേ? എല്ലാം കേട്ട് സഹി കെട്ടപ്പോൾ അച്ചുനായർ മുൻപോട്ട് വന്നു. അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും കാര്യം ആരും പറയണ്ട. ആ പാവം പെണ്ണ് 10-12 കൊല്ലം മണലാരണ്യത്തിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന അന്തസ്സല്ലേ പോയുള്ളൂ. അതിനു മുൻപത്തെ അന്തസ്സ് എനിക്കറിയാം. മൂട്ടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കിടന്നവനും വ്യഭിചരിച്ചിട്ട് നാട്ടുകാർ പിടികൂടിയവളും ഉണ്ണാനില്ലാതെ അമ്പലപ്പടിക്കൽ കാവൽ നിന്ന് പടച്ചോറ് വാങ്ങി തിന്നവനുമൊക്കെയല്ലേ ഇപ്പോ അഭിമാനം പ്രസംഗിക്കുന്നേ. ഒരുത്തനും അവളെ കുറ്റം പറയാൻ അർഹതയില്ല. വിമലയുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും നാവടഞ്ഞു. അവർ അമ്മാമ്മയ്ക്കെതിരായി രഹസ്യമായി പിറുപിറുത്തു. അച്ചുനായർ വിമലയുടെ അടുത്ത് ചെന്നു. അവൾ ബോധമുണർന്നു കിടക്കുകയാണ്. നവവധുവിന്റെ അതേ വേഷം, കവിളിൽ കണ്ണീർ ചാലുകൾ. അച്ചുനായർ അവളുടെ ശിരസിൽ തലോടി. നേരാണോ മോളെ? രാജൻ ബാബു നിന്നെ വിവാഹം കഴിച്ചിരുന്നോ? ഉവ്. വിമല തേങ്ങി. അധ്യായം 3. മരണവീട്ടിലെ ശാന്തത. ഇടയ്ക്കിടെ അടക്കിപ്പിടിച്ച പിറുപിറുക്കലുകൾ, ചിലപ്പോൾ തേങ്ങലുകൾ. അകത്തളങ്ങളിൽ നിന്ന് ശാപവചനങ്ങളും കേൾക്കാനുണ്ട്. വിമല കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. മുറിയിൽ ആരുമില്ല. അത്രയും ആശ്വാസം. ജനാല തുറന്നിടാൻ ഭാവിച്ചിട്ട് അവൾ അത് വേണ്ടെന്ന് വെച്ചു. പേടി. ജനാലയ്ക്കപ്പുറം കുറ്റപ്പെടുത്തുന്ന ഒരു മുഖം നോക്കി നിൽപ്പുണ്ടെങ്കിലോ? വയ്യ. ഇന്നിനി ഒരു മനുഷ്യന്റെയും മുഖം കാണാൻ വയ്യ. സംഭവിച്ചതൊക്കെ ഓർത്തിട്ട് ദേഹമെമ്പാടും ഭ്രാന്തിന്റെ അണുക്കൾ പെരുക്കി വരും പോലത്തെ തോന്നൽ. എല്ലാവരെയും ശപിക്കാനും വെറുക്കാനും തോന്നുന്നു. ഈശ്വരനോട് പോലും വെറുപ്പല്ലാതെ മറ്റൊന്നുമില്ല മനസ്സിൽ. ഇന്ന് കാലത്തും നടക്കൽ ചെന്നു നിന്ന് തൊഴുതാണ്. അനുഗ്രഹം യാചിച്ചതാണ്. ആരെക്കൊണ്ടും സഹായിപ്പിക്കണ്ട, ഉപദ്രവിപ്പിക്കാതിരുന്നാൽ മതിയെന്ന് പോലും. പക്ഷേ കേൾക്കാൻ ആ കൽപ്രതിമയ്ക്ക് കാതെവിടെ? എവിടെയെല്ലാം കോമാളി വേഷം കെട്ടിവന്ന് നല്ല മനുഷ്യരുടെ ശത്രുക്കളെ രസിപ്പിക്കാമോ? അതങ്ങേർ ഭംഗിയായി ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഞാൻ എന്തു തെറ്റാണ് ചെയ്തത്? നെഞ്ചിൽ കൈവച്ച് പറയാം, ഈ ഏഴ തെറ്റുകാരിയല്ലെന്ന്. ദുഷ്ടത്തരം കാണിക്കാത്തതും ഒരു തെറ്റാവാം. 12 കൊല്ലം കഠിനാധ്വാനം ചെയ്തില്ലേ? മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും സുഖമായി കഴിയാനുള്ള വക ഉണ്ടാക്കി കൊടുത്തില്ലേ? ഈയുള്ളവൾ ഇനി നരകിച്ചോട്ടെ എന്നായിരിക്കും വിധി. കാത്തുകാത്തിരുന്ന് വന്നണഞ്ഞ മംഗല്യഭാഗ്യം എത്രയോ ആഗ്രഹിച്ചതാണ്. ആരുടെയെല്ലാം എതിർപ്പുകളെ അതിജീവിച്ചതാണ്. ഇനി ആത്മഹത്യ ചെയ്യാനാണ് വെമ്പൽ. അല്ലെങ്കിലെന്നും ദുർമുഖം മാത്രമേ കാണാനൊക്കൂ. ചൂരക്കാട്ട് തറവാടിന്റെ മാനം കളഞ്ഞവളെന്ന ദുഷ്പേര് മരിക്കുവോളം വേട്ടയാടും. എല്ലാവരുടെയും കയ്യിൽ ആയുധം കിട്ടിയിരിക്കുന്നു. രഹസ്യമായി പലരും സന്തോഷിക്കുന്നുണ്ട്. ഇനി തരം കിട്ടുമ്പോഴെല്ലാം ചാടി വീണ് ആക്രമിക്കാമല്ലോ. ഇഷ്ടം പോലെ മുറിപ്പെടുത്താമല്ലോ. തക്കം നോക്കി ഒളിയം പെയ്യാമല്ലോ. ഇനി തനിക്കൊരു മംഗല്യഭാഗ്യം കൈവരുമോ? ഒരിക്കലുമില്ല. വിവാഹാലോചന ഉണ്ടെന്നറിഞ്ഞാൽ നാട്ടുകാർ പാട്ടു തുടങ്ങും. എല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ നിലയ്ക്ക് നിഷേധിക്കാനും സാധ്യമല്ല. പെണ്ണൊന്നു കെട്ടിയതാ. സ്വഭാവദൂഷ്യം കൊണ്ട് അയാൾ ഉപേക്ഷിച്ചു. ഇത് കേൾക്കുന്ന ഒരുത്തനും പിന്നെ വിവാഹാലോചനയുമായി മുൻപോട്ട് പോകില്ല. അല്ലെങ്കിൽ തന്നെ താൻ വിവാഹിതയാകുന്നതിൽ വീട്ടുകാർക്കെല്ലാം എതിർപ്പാണ്. എന്നും കാമധേനുവിനെപ്പോലെ പാൽ ചുരത്തുന്ന കറവ പശുവിനെ കൈവിട്ട് കളയാൻ മടി. ചുരുക്കത്തിൽ ഇനി ജീവിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ആശയും പ്രതീക്ഷയും വേണ്ട.
അതുകൊണ്ട് കാത്തിരിപ്പും വേണ്ട. ഒരു പെണ്ണായ നാൾ മുതൽ കെടാവിളക്ക് പോലെ കാത്തുസൂക്ഷിച്ച സ്വപ്നം. ഒരു പുരുഷന്റെ കൈ പിടിച്ച് കുടുംബജീവിതത്തിലേക്ക് മെല്ലെ നടന്നു കയറുക. ഇനി ആ സ്വപ്നമില്ല. അതണഞ്ഞു. വിമല ചുമരും ചാരിയിരുന്ന് അടക്കിപ്പിടിച്ചു കരഞ്ഞു. വാതിൽക്കൽ കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ അവൾ ചുണ്ടുകടിച്ച് നിയന്ത്രിച്ചു. കണ്ണും കവിൾത്തടങ്ങളും കല്യാണപ്പുടവ കൊണ്ട് തുടച്ചു. ശ്രീരഞ്ജിനി മുറിക്കകത്തേക്ക് വന്നു. അവൾ വിമലയെ നോക്കി ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ചേച്ചി കരയാ? ഞാനെന്തിനാ കരയണേ? ചിരിക്കുകയല്ലേ വേണ്ടത്? ശ്രീരഞ്ജിനിയുടെ കണ്ണുകളിൽ നനവിന്റെ തിളക്കം കണ്ടു. പാവം കുട്ടി. തന്റെ കല്യാണം മുടങ്ങിയതിൽ അവൾ തീവ്രമായി ദുഃഖിക്കുന്നുണ്ടാവും. തന്നെ വെറുക്കാൻ ശീലിക്കാത്ത ഒരേയൊരു കൂട്ടുകാരി അവളാണല്ലോ. ചേച്ചി സാരാക്കണ്ട കേട്ടോ. അവൾ അടുത്തു വന്ന് തോളിൽ കൈവച്ച് മന്ത്രിച്ചു. വിമല പെട്ടെന്ന് തേങ്ങിപ്പോയി. വീണ്ടും വാതിൽക്കൽ കാലച്ച. രണ്ടാളും തിരിഞ്ഞു. അമ്മാമ്മ. അച്ഛനായർ മുറിക്കുള്ളിൽ കയറി. മോളെ, നീ വാ, നമുക്കങ്ങ് കിഴക്കിലോട്ട് പോകാം. വേഷം മാറിക്കോ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. വരണം. നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല. നിന്നെ എല്ലാവരും കൂടി കൊത്തിക്കീറി തിന്നും. വേണ്ട മാമേ, ഇതിനേക്കാൾ കൂടുതലൊന്നും എനിക്ക് വരാനില്ലല്ലോ. പറയുന്നതനുസരിക്കും മോളെ. അച്ഛനായർ മുറിവിട്ടിറങ്ങിപ്പോയി. ചേച്ചി വാ, നമുക്കങ്ങോട്ട് പോകാം. ഇവിടെ പ്രാക്ക് കേട്ട് ഇരിക്കപ്രതി ഉണ്ടാവില്ല. കല്യാണവേഷം മാറാൻ ശ്രീരഞ്ജിനി സഹായിച്ചു. പകരം സാരി ഉടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ അമ്മാമ്മ എത്തി. റെഡിയായോ? ഉവ്വച്ച. എന്നാൽ പോകാം. പകൽ വെളിച്ചത്തിലേക്ക് കടന്നപ്പോൾ കണ്ണഞ്ചുന്നതുപോലെ തോന്നി. ആകെ ഒരു ചൂളൽ. അപമാനത്തിന്റെ പ്രകാശത്തിലൂടെയാണ് നടക്കുന്നതെന്ന തോന്നൽ. കുറ്റപ്പെടുത്തുന്ന, ശപിക്കുന്ന, പരിഹസിക്കുന്ന കണ്ണുകൾ തന്റെ മേൽ വീഴുന്നുണ്ട്. വിമല ആർക്കും മുഖം കൊടുക്കാതെ തലതാഴ്ത്തി നടന്നു. അമ്മാമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ ആശ്വാസം. ഇനി ആരുടെയും ഇരുണ്ട മുഖം കാണേണ്ടല്ലോ, പ്രാക്ക് കേൾക്കേണ്ടല്ലോ. അമ്മാമ്മയും ശ്രീരഞ്ജിനിയും മാത്രമേയുള്ളൂ ഈ കൊച്ചു വീട്ടിൽ. ആദ്യം നമുക്ക് വല്ലതുമുണ്ടാക്കി കഴിക്കാം. നല്ല വിശപ്പ്, ശ്രീരഞ്ജിനി പറഞ്ഞു. പാവങ്ങൾ ഇന്ന് പട്ടിണിയാണ്. കല്യാണ വീട്ടിൽ 4 ദിവസം മുൻപേ വന്നതാണ്. ഇന്നത്തെ കല്യാണ സദ്യ കെങ്കേമമാക്കാൻ കുറേയധികം അധ്വാനിക്കുകയും ചെയ്തു കാണും. ഒടുവിൽ കല്യാണവുമില്ല, സദ്യയുമില്ല. ശ്രീരഞ്ജിനി ചോറും കറിയും ഉണ്ടാക്കി. സഹായിക്കാൻ വിമലയെ സമ്മതിച്ചതേയില്ല. ചേച്ചി അവിടെങ്ങാൻ അനങ്ങാതിരുന്നാൽ മതി, അവൾ കൽപ്പിച്ചു. 3 പേരും ഒന്നിച്ചിരുന്ന് ഊണ് കഴിച്ചു. വിമലയ്ക്ക് വെള്ളമല്ലാതെ ഒന്നും തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയില്ല. വിശപ്പും പാരവശ്യവും ബാക്കി നിൽക്കുകയും ചെയ്തു. ഊണ് കഴിഞ്ഞ് ശ്രീരഞ്ജിനിയുടെ മുറിയിലെത്തി. അമ്മമ്മ കുശാലായി ഒന്ന് മുറുക്കി. മുറുക്കാൻ ചവച്ചുകൊണ്ട് ഇടയ്ക്കിടെ വിമലയെ നോക്കി. അമ്മമ്മ എന്തോ ചോദിക്കാനുള്ള പുറപ്പാടാണെന്ന് വിമലയ്ക്ക് മനസ്സിലായി. അച്ഛനായർ എഴുന്നേറ്റ് ജനാലയ്ക്കൽ ചെന്ന് പുറത്തേക്ക് നീട്ടിത്തുപ്പി. തിരിച്ചു വന്ന് വിമലയുടെ അടുത്തിരുന്നു. എങ്ങനെയാ മോളെ ഇത് സംഭവിച്ചത്? നേരായ രീതിയിലല്ലെന്ന് എനിക്കറിയാം. ഇതിലെന്തോ ചതിയുണ്ട്. എന്നെ ചതിയിൽപ്പെടുത്തുകയായിരുന്നു. എങ്ങനെ? ഒറ്റ വാക്കിൽ പറയാനൊക്കുമോ? പറയേണ്ട 100,000 കാര്യങ്ങൾ മനസ്സിൽ തിക്കിത്തിരുക്കി. അതുകൊണ്ട് ഒന്നും പറയാൻ സാധിച്ചില്ല. വിമല മുഖം താഴ്ത്തി. അച്ഛന് ഇപ്പോൾ തന്നെ വിശദീകരണം കിട്ടണോ? നല്ല നേരത്തെ ചോദ്യം. ചേച്ചി ഇതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും പറയും. ഇപ്പോൾ ചേച്ചി ഒന്ന് വിശ്രമിക്കട്ടെ. ശ്രീരഞ്ജിനി അച്ഛനായരെ കുറ്റപ്പെടുത്തും പോലെ പറഞ്ഞു. മതി, പിന്നെ മതി. എന്നാലും അറിയാനൊരു ആകാംക്ഷ. അച്ഛനായർ എഴുന്നേറ്റ് അടുത്ത മുറിയിലേക്ക് പോയി. ചേച്ചി കിടന്നോ, ഞാൻ അടുക്കള ഒന്ന് ഒതുക്കിയിട്ട് വരാം. ശ്രീരഞ്ജിനിയും പോയി. അവളുടെ കിടക്കയിൽ വിമല നീണ്ടു നിവർന്നു കിടന്നു. അമ്മാമ്മയോട് വേണമെങ്കിൽ ഒറ്റ വാക്കിലും പറയാം. പക്ഷേ തൻ്റെ മനസ്സിന് തൃപ്തി പോരാ. മനസ്സ് എല്ലാം ചിക്കിച്ചിക്കിഞ്ഞിടുകയാണ്. പഴയതും ചീഞ്ഞതും കെട്ടതും കുഴിച്ചുമൂടപ്പെട്ടതുമായ പലതും മാന്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു. ഇനി അതെല്ലാം അടുക്കി വയ്ക്കണം. മനസ്സിന് വീണ്ടും അതെല്ലാം കാണണം. എവിടെ നിന്നാണ് തുടക്കം? നിസ്സംശയം പറയാം, ദാരിദ്ര്യത്തിൽ നിന്ന്, ഇല്ലായ്മയുടെ വല്ലായ്മകളിൽ നിന്ന്. ഓർമ്മ വച്ചപ്പോൾ മുതൽ ദാരിദ്ര്യമാണ്. പണ്ട് ഇഷ്ടം പോലെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നത്രേ. ചൂരക്കാട് തറവാടെന്നാൽ വിശ്വപ്രസിദ്ധമായിരുന്നു പോലും. തനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ കയറിക്കിടക്കാൻ ഇടിഞ്ഞു പൊളിഞ്ഞ് നിലംപൊത്താറായ എല്ലാ മഴക്കാലത്തും ചോരുന്ന ഒരു കൊച്ചുപുരയും കൊന്നുതെങ്ങുകൾ മാത്രമുള്ള 3/4 ഏക്കർ പറമ്പുമുണ്ട്. അച്ഛനും അമ്മയും 5 മക്കളും കഴിഞ്ഞു പോകാൻ ആ പറമ്പിൽ നിന്ന് കിട്ടുന്ന തുച്ഛ വരുമാനവും. ദാരിദ്ര്യം കൊണ്ടാണ് ഏട്ടൻ പഠിപ്പ് നിർത്തിയത്. അമ്മാമ്മ നിർബന്ധിച്ചതുകൊണ്ട് തന്നെ പ്രീ ഡിഗ്രി വരെ വിട്ടു. അരവയർ മുറുക്കിയുടുത്ത് അരിഷ്ടിച്ച് കഴിഞ്ഞുകൂടിയ കാലം. വിമലയുടെ മനസ്സ് ഭൂതകാലത്തിന്റെ ഇരുണ്ട കയങ്ങളിൽ ഊളിയിട്ട് താണു. അഗാധതയിലേക്ക്, അപാരതയിലേക്ക്. ചിലയിടങ്ങളിൽ ചെളിയും മാലിന്യങ്ങളും, ചിലയിടങ്ങളിൽ മുത്തും പവിഴങ്ങളും. ഒരിക്കലെല്ലാം കണ്ടതാണ്, ജീവിച്ചറിഞ്ഞതാണ്. വീണ്ടും. അധ്യായം 4. കോരിച്ചൊരിയുന്ന മഴ. വിമല കുട കരുതിയിരുന്നില്ല.
മഴ പെയ്യുമെന്ന ഒരു ഊഹം പോലുമില്ലായിരുന്നു. അകാലത്തിലെ മഴ തന്നെ. ബസ്സിറങ്ങിയിട്ട് വിമല വീട്ടിലേക്കോടി. പാവാടയും ബ്ലൗസും നനഞ്ഞു കുതിർന്നു. കയ്യിലെ മിഠായി പൊതി അലിഞ്ഞിറങ്ങാനും തുടങ്ങി. വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും വഴക്കു തുടങ്ങി. നിനക്ക് കുടയെടുത്തുകൊണ്ട് പോയാൽ എന്താടി? മഴ പെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നോ? വല്ല പനിയും പിടിച്ചാൽ ആശുപത്രിയിലോട്ട് എഴുന്നള്ളിക്കാൻ ഇവിടെ വിടുന്ന കാശ്. ശകാരം തുടർന്നുകൊണ്ടിരിക്കെ അനില തോർത്തെടുത്തുകൊണ്ട് വന്നു കൊടുത്തു. ചേച്ചി, തല തുവർത്ത്, പനി പിടിക്കും. വിമല പാവാടയും ബ്ലൗസും മാറി വീട്ടിലെ വേഷമണിഞ്ഞു. നീ പോയിട്ടെന്തായി എന്ന് ആരും ചോദിക്കുന്നില്ല. അവൾക്ക് വലിയ വിഷമം തോന്നി. ആർക്കും ഇതിലൊരു താല്പര്യവുമില്ലേ? പരീക്ഷാഫലം അറിഞ്ഞയുടൻ അതിയായ ആഹ്ലാദത്തോടെ ഓടിപ്പാഞ്ഞു വന്നതാണ്. ഗോപികൃഷ്ണനെ കാണാൻ പോലും നിന്നില്ല. റിസൾട്ട് വീട്ടിലറിയിക്കാനുള്ള വെമ്പൽ. സന്തോഷത്തിന് ഒരു പൊതി മിഠായിയും വാങ്ങി സഹോദരങ്ങൾക്ക് കൊടുക്കാൻ. ഇപ്പോഴിതാ ആർക്കും തന്റെ പരീക്ഷാഫലം അറിയണ്ട. വിമലയ്ക്ക് കരച്ചിൽ വന്നു. ഗോപികൃഷ്ണനെ കൂടി കണ്ടിട്ട് പോന്നാൽ മതിയായിരുന്നു. കാണണമെന്ന് അയാൾ പറഞ്ഞിരുന്നതുമാണ്. മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന സമയത്ത് ആൾ വന്നില്ല. താൻ കാത്തു നിൽക്കാനും പോയില്ല. ഗോപികൃഷ്ണന് വളരെ സന്തോഷമായേനെ. മനസ്സു തുറന്ന് അഭിനന്ദിക്കുകയും ചെയ്യുമായിരുന്നു. ചിലപ്പോൾ ഏതെങ്കിലും കോഫി ഹൗസിൽ വിളിച്ചുകൊണ്ടുപോയി സൽക്കരിച്ചു കൂടായികയുമില്ല. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഓടി വന്നതാണ്. അനിയത്തിമാർക്കും ഒന്നും അറിയണ്ട. അവരും പഠിക്കുന്നവരല്ലേ. തിണ്ണയിലിരുന്ന അച്ഛനും അമ്മയും സംസാരിക്കുന്നുണ്ട്. തോർത്തിയ മുടി മാറിലേക്കിട്ടിട്ട് വിരലുകൾ കൊണ്ട് ഇഴവിടർത്തി കോതിക്കൊണ്ട് അവൾ അവരുടെ സമീപം ചെന്നു. അമ്മേ. എന്താടി? ഞാൻ ജയിച്ചു. അതാണോ ഇത്ര വിശേഷപ്പെട്ട വാർത്ത? ജയിക്കാനല്ലേ നിന്നെ പഠിക്കാൻ വിട്ടത്? പഠിക്കാൻ പോകുന്നവരെല്ലാം ജയിക്കുന്നുണ്ടോ? അവൾ ചുണ്ടിയെടുത്തു. മോളെ, ഗംഗാധരൻ നായർ പറഞ്ഞു, നീ ജയിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ജയിച്ചതിൽ സന്തോഷവുമുണ്ട്. പക്ഷേ തോൽക്കണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതെന്താ അച്ഛാ? ജയിച്ചാൽ വീണ്ടും നിനക്ക് പഠിക്കണമെന്ന് തോന്നും. അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്കുണ്ടോ? അനിലയെയും അജിതയെയും 10ാം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കണ്ടേ? തോൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചെന്ന്. എന്നാൽ പിന്നെ എന്നെ കോളേജിൽ വിടണ്ടായിരുന്നു. വിമല വിതുമ്പി. എന്ന് ഇപ്പോൾ തോന്നുന്നു. പറ്റിപ്പോയ മണ്ടത്തരത്തെക്കുറിച്ച് പറഞ്ഞിട്ടെന്താ? ഇനി ഞാൻ പോകുന്നില്ലെന്ന് വെച്ചേക്കാം. അതുപോരെ? വാശി തീർക്കാൻ എന്നവണ്ണം വിമല പറഞ്ഞു. നല്ല കാര്യം. നീ തന്നെ പറഞ്ഞത് നന്നായി. നിന്നോടത് എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നിന്റെ പഠിപ്പ് നിർത്തിയേക്ക്. അല്ലാതെ ഒരു വഴിയുമില്ല. അച്ഛാ. സാരമില്ല മോളെ. ഇത്രയും യോഗമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് സമാധാനിക്ക്. നിനക്ക് പ്രീ ഡിഗ്രി വരെയെങ്കിലും പഠിക്കാൻ സാധിച്ചല്ലോ. വിഷുവിൻ്റെ കാര്യമോ? 8ാം ക്ലാസ്സിൽ വെച്ച് നിർത്തേണ്ടി വന്നില്ലേ? അല്ലെങ്കിലും ഈ തൊഴിലില്ലാ കാലത്ത് കുറെ പഠിച്ചിട്ടെന്താ ഗുണം? അച്ഛാ, എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അതുകൊണ്ടെന്താ മോളെ ഗുണം? നിന്നെ ഇനിയും കോളേജിൽ വിടാൻ എനിക്കാവതില്ല. ഇതുതന്നെ കൂടിപ്പോയി. കടത്തിനുമേൽ കടമായി കഴിഞ്ഞു. എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ നീ വല്ല തയ്യലും പഠിക്കാൻ പോ. വിമല ഏങ്ങലടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോന്നു. അവളുടെ കരച്ചിൽ കണ്ട് അനുജത്തിമാർ വിഷ്ണരായി നോക്കിയിരുന്നു. ചേച്ചിയുടെ മുഖത്തേക്കും നനഞ്ഞലിഞ്ഞ മിഠായി പൊതിയിലേക്കും അജയൻ മാറി മാറി നോക്കി. പഴകി ദ്രവിച്ച ഓടുകൾക്കിടയിലൂടെ മുറിക്കുള്ളിൽ അവിടെവിടെ മഴത്തുള്ളികൾ ചോർന്നുകൊണ്ടിരുന്നു. മഴ നിലച്ചു. വിമലയുടെ കരച്ചിൽ തെല്ലൊന്നടങ്ങി. എല്ലാ മോഹങ്ങളും തീ പിടിച്ച് വെന്തുപോയതുപോലെ തോന്നി. ഇനി എന്തിനു ജീവിക്കുന്നു എന്നുപോലും. ആത്മഹത്യ ചെയ്യുകയാണ് വേണ്ടത്. തിണ്ണയുടെ ഉത്തരത്തിൽ കീടനാശിനി ഇരിപ്പുണ്ട്. അതെടുത്ത് കഴിക്കുക തന്നെ. അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിൽ വീണ് പിടഞ്ഞു ചാകണം. അപ്പോഴെങ്കിലും അവർ സങ്കടപ്പെടാതിരിക്കില്ല. പൊന്നുമോളെ തുടർന്നും പഠിപ്പിക്കാമായിരുന്നെന്ന് അവർക്ക് തോന്നും. ഇങ്ങനെ പലവിധ ചിന്തകൾ പതറിപ്പതറി കടന്നുപോയി. എല്ലാവരും അരപ്പട്ടിണിയുടെ വിശപ്പേകുന്ന സുഖസുഷുപ്തിയിൽ ആണ്ടുകിടക്കുമ്പോൾ അരവയർ മുറുക്കിക്കുത്തി ഇടയ്ക്കിടെ വെള്ളം പകർന്നു കുടിച്ച് വിശപ്പാറ്റി മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിരുന്ന് ഉറക്കമിളച്ച് പഠിച്ചത് ഓർക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. അതെല്ലാം ഇതിനായിരുന്നല്ലോ. എല്ലാം പാഴ്. വിമലയ്ക്ക് വീണ്ടും കരച്ചിൽ പൊട്ടി. ഗോപികൃഷ്ണനോട് എന്തു പറയും? പഠിപ്പ് നിർത്തിയാൽ ഇനി അയാളെ കാണാനൊക്കില്ല. ഗോപികൃഷ്ണന് ഈ വാർത്ത ഒരു ഷോക്കാകും. ഡിഗ്രി ഫൈനലിൽ എക്സാം എഴുതിയിട്ട് നിൽക്കുന്ന അയാൾ വീടിനടുത്ത് കോളേജില്ലാഞ്ഞിട്ടല്ല, താൻ പഠിക്കുന്ന കോളേജിൽ തന്നെ PGക്ക് ചേരുന്നത്. തന്നെ എന്നും കാണാമല്ലോ എന്നോർത്ത്. 2 വർഷം കൂടി കണ്ടും മിണ്ടിയും സ്വപ്നം പങ്കിട്ടും കഴിയാമല്ലോ എന്ന് വിചാരിച്ച് അയാളൊരു സ്വപ്നം സമ്മാനിച്ചിട്ടുണ്ട്. അത് മനസ്സിലേറ്റി താലോലിച്ചാണ് കഴിഞ്ഞുകൂടുന്നത്. അയാൾക്ക് ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടും ലക്ഷ്യബോധവുമുണ്ട്. ചിട്ടയോടെയാണ് അയാൾ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നത്. എടോ മിസ് വിമലാജി നായർ, ഞാൻ PG എടുത്തു കഴിയുമ്പോൾ താൻ ഡിഗ്രി 2ാം വർഷം പൂർത്തിയാക്കും. 2 വർഷം ഞാൻ ജോലി തണ്ടി നടക്കേണ്ടി വരും.
അപ്പോഴേക്ക് തനിക്ക് PG 1ാം വർഷത്തിലേക്ക് കടക്കാം. എനിക്കപ്പോൾ ഒരു കോളേജ് ലെക്ചറായി നിയമനം കിട്ടിക്കഴിഞ്ഞിരിക്കും. പിന്നെയും 1 വർഷം. താൻ PG എടുത്തു. പിന്നെ B.Edന്. അതിൻ്റെ ചെലവൊക്കെ എൻ്റെ വക. B.Ed കഴിഞ്ഞാൽ തനിക്ക് ജോലി കിട്ടുന്നോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കുകയില്ല. പിന്നെ തന്നെ കെട്ടിയെടുത്ത് എൻ്റെ ഭാര്യയാക്കി കൂടെ താമസിപ്പിച്ചിട്ടേ ബാക്കി കാര്യം ആലോചനയുള്ളൂ. തനിക്ക് ഞാൻ ഏതെങ്കിലും ഹൈസ്കൂളിൽ ഒരു ടീച്ചറുടെ പണി വാങ്ങിത്തരാം. തൻ്റെയും മോഹം അതല്ലേ? ഗോപികൃഷ്ണൻ പറയാറുള്ളത്. തൻ്റെ മോഹവും അതുതന്നെ. പഠിക്കുക, ബിരുദാനന്തര ബിരുദമെടുക്കുക, B.Edന് പോകുക, പിന്നെ ഏതെങ്കിലും ഹൈസ്കൂളിൽ ഒരു ടീച്ചറായി. ആരാകണമെന്ന് സങ്കല്പിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കേ ടീച്ചറാകാനാണ് താൽപ്പര്യം. ഇപ്പോഴത് ഏറ്റവും വലിയ സ്വപ്നവുമായി. ഗോപികൃഷ്ണന് വിശ്വാസമാണ്. അയാളൊരു വാക്ക് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കും. പക്ഷേ ഇനി അതിനൊക്കെ എന്തർത്ഥം? വിമല രാത്രിയിൽ അമ്മയെ സമീപിച്ചു. അമ്മേ, അച്ഛനോട് പറയണം എന്നെ പഠിക്കാൻ വിടണമെന്ന് അവൾ കെഞ്ചി. ഞാൻ പറഞ്ഞാലൊന്നും അങ്ങേര് കേൾക്കുകയില്ല. അമ്മ പറഞ്ഞാൽ കേൾക്കും. ഒന്ന് പറയമ്മേ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതെല്ലാം വെറുതെ ആവുകയില്ലേ? കുറെ കൂടി പഠിച്ചാലും ഇത് തന്നെ ഗതി. അല്ലമ്മേ, തീർച്ചയായിട്ടുമല്ല. എനിക്കൊരു ജോലി കിട്ടും. നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും. നീ തന്നെ അച്ഛനോട് പറയ്. ഞാൻ പറഞ്ഞിട്ടെന്താ കാര്യം? ഞാൻ പറഞ്ഞാലും കാര്യമില്ല. എങ്ങനെയാ ആ മുഖത്തു നോക്കി പറയുന്നേ? എല്ലാം നിനക്കറിയാവുന്നതല്ലേ. അച്ഛൻ പണം കൊടുക്കാനില്ലാത്ത ഒരാളും ഈ കരയിലില്ല. കടത്തിനു മീതെ കടം. എങ്ങനെ പിള്ളേരെ പഠിപ്പിക്കാൻ വിടും? അമ്മയോട് പറഞ്ഞിട്ടും ഫലമില്ലെന്ന് മനസ്സിലായി. വിമല വിശ്വനാഥനെ സമീപിച്ചു. വിശ്വേട്ടാ, ഏട്ടനൊന്ന് അച്ഛനോട് പറയോ എന്നെ പഠിക്കാൻ വിടാൻ? കാശ് വിടുന്നാടി. അല്ലെങ്കിലും പെൺകുട്ടികൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതി. എന്നെ കണ്ടില്ലേ, 8ാം ക്ലാസ് വരെയല്ലേ പോയുള്ളൂ. ഇളയ സഹോദരങ്ങളെയും ശുപാർശയ്ക്കു വേണ്ടി സമീപിച്ചു. ഞാൻ ആരോടും പറയുകയല്ല. അനില കൈയൊഴിഞ്ഞു. ചേച്ചിയെ ഇനിയും പഠിക്കാൻ വിട്ടാൽ തൻ്റെ പഠിപ്പ് മുടങ്ങുമോ എന്നാണ് അവളുടെ പേടി. അജിത പറയാമെന്നോ പറയുകയില്ലെന്നോ പറഞ്ഞില്ല. ഒടുവിൽ അജയനെ തന്നെ ശരണം പ്രാപിച്ചു. അച്ഛൻ്റെ വാത്സല്യഭാജനമാണ് അജയൻ. അവനെന്തു പറഞ്ഞാലും അച്ഛൻ നിഷേധിക്കുകയില്ല. അവൻ അച്ഛനെ സമീപിച്ചു. അച്ഛാ, ചേച്ചി കോളേജിൽ പോകട്ടെ അച്ഛാ. പാവം ചേച്ചിയല്ലേ. അച്ഛൻ അല്പനേരം ആലോചിച്ചിരുന്നു. ശരി, നീ പറഞ്ഞതല്ലേ, സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം, ചേച്ചിക്ക് പകരം നിന്റെ പഠിപ്പ് നിർത്തിയേക്കണം. സമ്മതിച്ചോ? അത് പറ്റുകയല്ല. എനിക്ക് സ്കൂളിൽ പോകണം. അങ്ങനെ ആ ശ്രമവും വിഫലമായി. ഏറ്റവും ഒടുവിൽ വിമല അമ്മാമ്മയെ അഭയം പ്രാപിച്ചു. കുറച്ചു ദൂരമേ ഉള്ളൂ അച്ഛനായരുടെ വീട്ടിലേക്ക്. കക്ഷി എക്സ് മിലിറ്ററിയാണ്. ഭാര്യ മരിച്ചുപോയി. ഒരേയൊരു മകൾ മാത്രം, ശ്രീരഞ്ജിനി. അജയൻ്റെ ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത്. വിമല അമ്മാമ്മയോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. അച്ഛനായർ എല്ലാം മൂളിക്കേട്ടു. ഞാൻ ഗംഗാധരനോട് ഒന്ന് പറഞ്ഞു നോക്കാം. നീ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതല്ലേ? നല്ലപോലെ കഷ്ടപ്പെട്ടാ നീ പഠിച്ചത്. അത് വെറുതെയാകുന്നത് ഏറെ കഷ്ടം. പക്ഷേ വീട്ടിലെ അവസ്ഥ കൂടി ഒന്ന് ആലോചിക്കണ്ടേ കുട്ടി? ഗംഗാധരന് കടം കാരണം നിൽക്കക്കള്ളിയില്ല. കടം പെരുകുന്നതല്ലാതെ വരുമാനം വല്ലതുമുണ്ടോ? നിന്റെ ഇളയതങ്ങളെ പഠിപ്പിക്കണ്ടേ? എങ്ങനെയവൻ നിന്നെ കോളേജിൽ വിടും? അച്ഛനായർ പിന്നീട് ഗംഗാധരൻ നായരുമായി ഇക്കാര്യം സംസാരിച്ചു. വീട്ടിലിരുന്നായിരുന്ന സംസാരം. അതുകൊണ്ട് വിമലയ്ക്ക് ഒരക്ഷരം വിടാതെ കേൾക്കാൻ കഴിഞ്ഞു. വിമല അവിടെയും വന്ന് പരാതി പറഞ്ഞു അല്ലേ? അവളുടെ വിചാരം ഞാൻ മനഃപൂർവ്വം അവളുടെ പഠിപ്പ് നിർത്തിച്ചതാണെന്നാണ്. എനിക്കവളെ പഠിപ്പിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അച്യുത. ഒരു മാർഗം വേണ്ടേ? നീ അവളോടത് പറഞ്ഞു മനസ്സിലാക്കണം. അതോടെ അവസാനത്തെ ആശയമറ്റു. അപ്പോൾ ഇനി വിധി സ്വീകരിക്കുകയേ മാർഗമുള്ളൂ. പഠിപ്പ് തുടരാനൊക്കില്ലെന്ന് തീർച്ച. അന്ന് തന്നെ അവൾ ഗോപികൃഷ്ണന് കത്തെഴുതി. അത്യാവശ്യമായി ഒന്ന് കാണണമെന്നറിയിച്ചുകൊണ്ട്. നിർദ്ദിഷ്ട ദിവസം വിമല ഒരു കൂട്ടുകാരിയെ കാണാൻ പോകുന്നു എന്ന് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. ആളൊഴിഞ്ഞ മൈതാനത്തിനരികിലെ തണൽ മരങ്ങളുടെ കീഴിൽ വെച്ച് ഗോപികൃഷ്ണനെ കണ്ടു. എന്താ അത്യാവശ്യമായി കാണണമെന്നെഴുതിയത്? ഗോപികൃഷ്ണൻ ഉത്കണ്ഠയോടെ ചോദിച്ചു. എൻ്റെ പഠിപ്പ് നിർത്തി. പറഞ്ഞു തീർന്നതും ഒറ്റക്കരച്ചിൽ. ഗോപികൃഷ്ണൻ ഷോക്കേറ്റതുപോലെയായി. അധ്യായം 5. എന്താണ് ചെയ്യേണ്ടതെന്ന് ഗോപികൃഷ്ണന് മനസ്സിലായില്ല. മുൻപിൽ നിന്ന് വിമല വിങ്ങിക്കരയുന്നു. ഗോപികൃഷ്ണൻ അവളുടെ ചുമലിൽ മെല്ലെ തട്ടി. സാരമില്ല വിമലേ, താൻ ധൈര്യമായിരിക്കുക. സാന്ത്വനം അവളുടെ സങ്കടം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. വിരലുകൾ കൊണ്ട് കണ്ണീർ തുടച്ചതും അവൾ തളർന്ന് ദേഹത്തേക്ക് വീണു കഴിഞ്ഞു. ഒരു നിമിഷത്തേക്ക് അയാൾ വാത്സല്യ അതിരേകത്തോടെ ഒരു കുഞ്ഞിനെ എന്നപോലെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. പരിസരബോധം ഉദിച്ചപ്പോൾ പെട്ടെന്ന് അടർത്തി മാറ്റി. ആരെങ്കിലും കണ്ടുപോയെന്ന് ചുറ്റും നോക്കി. താനിരിക്ക്, ഞാൻ പറയട്ടെ. ഗോപികൃഷ്ണൻ അവളെ പിടിച്ചിരുത്തി. കോളേജിൽ പോകണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി പഠിക്കാനൊക്കില്ല എന്നോർത്ത് വിഷമിക്കണ്ട.
തനിക്ക് വീട്ടിലിരുന്ന് പഠിക്കാമല്ലോ, എന്താ സാധിക്കുകയില്ലേ? പെട്ടെന്ന് കിട്ടിയ ഈ ആശയത്തെക്കുറിച്ച് വിമല അല്പനേരം ചിന്തിച്ചിരുന്നു. എന്നാലും ചെലവില്ലേ? പുസ്തകങ്ങൾ, രജിസ്ട്രേഷൻ ഫീ, എക്സാമിനേഷൻ ഫീ. അതിൻ്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട. വീട്ടിൽ നിന്ന് തന്നില്ലെങ്കിൽ സഹായിക്കാൻ വേറെ ആളുണ്ടാവുമെന്ന് കരുതുക. വിമലയ്ക്ക് ആശ്വാസമായി. നമുക്ക് തമ്മിൽ കാണാൻ പറ്റുന്ന അവസരങ്ങൾ കുറയുമല്ലോ എന്നോർത്തിട്ട ഇനിയത്തെ വിഷമം. അത് സാരമില്ല, നമുക്ക് ഇതുപോലെയൊക്കെ കാണാം. വിമലയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ മുൻപിലുണ്ടാവും. എന്നെ കാണണമെന്ന് തോന്നിയാലോ? അതിനൊക്കെ ഞാൻ വഴിയുണ്ടാക്കിക്കൊള്ളാം. കുറച്ചുനേരം സംസാരിച്ചിരുന്ന ശേഷം അവർ പിരിഞ്ഞു. വീട്ടിലിരുന്ന് പഠിക്കുന്നതിനെക്കുറിച്ച് വിമല അമ്മാമ്മയോട് പറഞ്ഞു. അത് നല്ല ആശയമാ മോളെ. അമ്മാമ്മ പ്രോത്സാഹിപ്പിച്ചു. വീട്ടിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അവരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. പക്ഷേ വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി അതത്ര എളുപ്പമല്ലെന്ന്. എപ്പോഴും എന്തെങ്കിലും ജോലി കാണും. വെള്ളം കോരൽ, വിറക് പെറുക്കൽ, അടിച്ചു നനയ്ക്കൽ, ആഹാരം പാകം ചെയ്യൽ, പാത്രം കഴുകൽ, വീട് വൃത്തിയാക്കൽ തുടങ്ങിയവ. ഇതിനിടെ മാധവിയമ്മ ഒരു അടുക്കളത്തോട്ടമുണ്ടാക്കി. അവിടെ കളയെടുക്കലും വെള്ളം ഒഴിക്കലും ഒക്കെയായി കുറേ സമയം പാഴായി. ഒരു ദിവസം അമ്മാമ്മയാണ് പറഞ്ഞത്, നീ വീട്ടിലിരുന്ന് പഠിച്ചാലും ഗുണമൊന്നുമില്ലെന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നു. എത്ര കാലം നിനക്കത് തുടരാൻ സാധിക്കും? ഡിഗ്രി എടുക്കണമെങ്കിൽ 3 വർഷം പഠിക്കണ്ടേ? അതിനുള്ള സ്വസ്ഥത കിട്ടുമോ? ഡിഗ്രി എടുത്താൽ തന്നെ എന്തുണ്ട് നേട്ടം? ഇക്കാലത്ത് ജോലി കിട്ടാൻ പ്രയാസം. ആരുടെയും സഹായം ഇരക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടാണ് പഠനമെങ്കിൽ വേണ്ടില്ല. ഇത് മറ്റുള്ളവർ പിറുപിറുക്കാനും പല്ല് കടിക്കാനും കാരണമാകും. അപ്പോൾ ഞാനിനി പഠിക്കേണ്ടെന്നോ? പഠിക്കുന്നതിന് കുഴപ്പമില്ല. നിനക്ക് ടെക്നിക്കലായി എന്തെങ്കിലും പഠിച്ചുകൂടെ? പെട്ടെന്ന് ജോലി കിട്ടാൻ ഉതകുന്ന എന്തെങ്കിലും. ഒരു ജോലി കിട്ടുമെങ്കിൽ ആരുടെയും വീർത്ത മുഖം കാണാതെ നിനക്ക് പഠിപ്പ് തുടരാമല്ലോ. എന്തിനു പഠിക്കണമെങ്കിലും പണച്ചെലവില്ലേ? എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം. 1 വർഷം കൊണ്ട് തീരുന്ന, പെട്ടെന്ന് ജോലി കിട്ടാവുന്ന ഏതെങ്കിലും കോഴ്സിന് ചേര്. പിന്നെ അതേക്കുറിച്ചുള്ള ചർച്ചയായി. നേഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സുമാണ് അന്തിമമായി തിരഞ്ഞെടുത്തത്. ഇനി രണ്ടിലേത് വേണമെന്ന് തീരുമാനിക്കണം. ഒടുവിൽ രണ്ടാമത്തേത് തന്നെ സ്ഥിരപ്പെടുത്തി. അച്ഛനായർ തന്നെ വിമലയുടെ വീട്ടുകാരെ വിവരമറിയിച്ചു. വീട്ടിലും ചില ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടന്നു. അവളെ പഠിപ്പിച്ച് പണം പാഴാക്കുന്നതെന്തിന്? മാധവിയമ്മ ചോദിച്ചു. പാഴാണോ? അവൾക്കൊരു ജോലി കിട്ടിയാൽ? പിന്നെ ജോലി. മാധവിയമ്മ പുച്ഛിച്ചു. പണത്തിൻ്റെ കാര്യമോർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട, ഞാൻ ഏറ്റു, അമ്മാമ്മ പറഞ്ഞു. എല്ലാവരും പരസ്പരം നോക്കി. എന്നാൽ പിന്നെ ആ കാശ് പഠിപ്പിന് പാഴാക്കാതെ എനിക്കിതാ ഒരു വായ്പയായിട്ട് അത്യാവശ്യ കടങ്ങളൊക്കെ വീട്ടിയിട്ട് ഒന്ന് നേരെ നിൽക്കാമല്ലോ. അങ്ങനെ കടം കൊടുക്കാൻ മാത്രം ധനികനോ ബാങ്കറോ ഒന്നുമല്ല ഞാൻ. അമ്മാമ്മയൊരു കാര്യം ചെയ്യുക, ആ രൂപ എനിക്കിതാ. അവൾ ടെക്നിക്കലായി എന്തെങ്കിലും പഠിക്കുന്നതിനേക്കാൾ നന്ന് ഞാൻ പഠിക്കുന്നതല്ലേ. ആണുങ്ങൾക്ക് പറ്റിയ എന്തെല്ലാം കോഴ്സുകളുണ്ട്, വിഷൻ പറഞ്ഞു. അല്ലെങ്കിലും അമ്മാമ്മയ്ക്ക് ചേച്ചിയോട് മാത്രമാണ് ഇഷ്ടം, അനില പരാതി പറഞ്ഞു. ശരിയാ, അജിത പിന്താങ്ങി. അസൂയയും കുശുമ്പും ഇല്ലാത്തവരോടെല്ലാം എനിക്കിഷ്ടമാ. വിമലയെ പഠിക്കാൻ വിടുന്നതിൽ ആർക്കുമില്ല താല്പര്യം. ആ പണം ദാനം ചെയ്താൽ മതി. പക്ഷേ അച്ചു നായർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ എല്ലാവരും വഴങ്ങി. വിമല ഗോപികൃഷ്ണനെ കണ്ട് താൻ കോഴ്സിന് ചേരാൻ പോകുന്ന കാര്യം അറിയിച്ചു. ഗോപികൃഷ്ണൻ തെല്ലുനേരം ചിന്താധീനായിരുന്നു. ഒരു കണക്കിലത് നന്നാണ്. 1 വർഷം കഴിഞ്ഞ് ജോലി കിട്ടുമെങ്കിൽ തനിക്ക് മുന്നോട്ട് പഠിക്കാൻ എളുപ്പമാകും. ആരുടെയും കാല് പിടിക്കേണ്ടി വരില്ല. ജോലി കിട്ടാൻ എളുപ്പമാണോ എന്നതാണ് പ്രശ്നം. ഏതായാലും പഠിക്കാം അല്ലേ? പഠിക്കുന്നത് ഒരിക്കലും നഷ്ടമാവുകയില്ലല്ലോ. ഗോപികൃഷ്ണൻ മൂളി. ഗോപികൃഷ്ണന് അതിൽ ഉത്സാഹമുണ്ടെന്ന് തോന്നിയില്ല. എതിർപ്പ് പ്രകടിപ്പിച്ചില്ലെന്ന് മാത്രം. വിമല കോഴ്സിന് ചേർന്നു. 2 വർഷത്തെ കോഴ്സ്. സേക്രഡ് ഹാർട്ട് മെഡിക്കൽ സെൻ്ററിനോട് അനുബന്ധിച്ചുള്ള നഴ്സിംഗ് സ്കൂൾ. 20-25 പേർ വീതമുള്ള 3 ബാച്ചുകളായിട്ടാണ് പഠിത്തം. രോഗികൾ ധാരാളമായി എത്തുന്ന ഹോസ്പിറ്റൽ. സ്ഥിരമായി ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ മാത്രം. ആശുപത്രി നടത്തുന്ന ഡോക്ടറും ഇടയ്ക്കിടെ വന്ന് ക്ലാസ് എടുക്കും. വിമല പെട്ടെന്ന് തന്നെ പുതിയ സാഹചര്യവുമായി ഇണങ്ങി. പഠന വിഷയവുമായി വേഗം പൊരുത്തപ്പെട്ടു. കുറേ നല്ല സ്നേഹിതരെയും അവൾക്ക് കിട്ടി. സുഷമയായിരുന്നു ഏറ്റവും അടുത്ത കൂട്ടുകാരി. അവളുടെ സഹോദരന് ഗൾഫിലാണ് ജോലി. ആണ്ടിൽ 1-2 തവണ നാട്ടിൽ വരും, തിരിച്ചു പോകും. വലിയൊരു കമ്പനിയിൽ സൂപ്പർവൈസറാ. നല്ല ശമ്പളമുണ്ട്. അതുകൊണ്ടല്ലേ വീട് കഴിയുന്നത്, സുഷമ പറഞ്ഞു. അവൾക്കതിൽ അഭിമാനമുണ്ടെന്ന് തോന്നി. ഒന്നുമില്ലാത്തവരായിരുന്നു ഞങ്ങൾ. കയറിക്കിടക്കാൻ ഒരു കൊച്ചു കൂടിൽ മാത്രം. അരപ്പട്ടിണിയും തീരാ രോഗങ്ങളും. ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാ ചേട്ടന് ജോലി കിട്ടുന്നത്. അതോടെ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾക്ക് കൊള്ളാവുന്നൊരു വീടും കുറച്ച് നിലവുമൊക്കെയായി. എന്നുവെച്ച് വലിയ പണക്കാരായെന്നൊന്നും കരുതണ്ട, സുഷമ ഒരിക്കൽ പറഞ്ഞു.
പഠിക്കുന്ന സ്ഥലത്തു നിന്നും സുഷമയുടെ വീട്ടിലേക്ക് അധികം ദൂരമില്ല. ഒരിക്കൽ സുഷമ വിമലയെ ക്ഷണിച്ചുകൊണ്ടുപോയി. വലിയ ആഡംബരമൊന്നുമില്ലാത്ത ഒരിടത്തരം വീട്, ചുറ്റും 2 ഏക്കർ തെങ്ങിൻ തോപ്പ്, അതിനു മുൻപിലായി കുറേ വയൽ. സുഷമയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും സ്നേഹശീലരാണ്, സൽക്കാരപ്രിയരും. ആദ്യത്തെ പോക്കിൽ തന്നെ വിമലയ്ക്ക് ആ വീടും ചുറ്റുപാടുകളും അവിടുത്തെ മനുഷ്യരെയും ഇഷ്ടമായി. ചേട്ടൻ വേറെ സമ്പാദിക്കുന്നുണ്ട്, സ്വാർത്ഥന. പട്ടണത്തിൽ ഒരു വലിയ വീട് വിലക്കെടുത്തിട്ടുണ്ട്. ജോലി നിർത്തി പോരുമ്പോൾ പെണ്ണും കെട്ടി താമസിക്കാൻ. ഞാനൊരിക്കൽ പോയി കണ്ടു. വലിയൊരു ബംഗ്ലാവ്. അതിനകത്തെ വീട്ടുപകരണങ്ങൾക്ക് തന്നെ ലക്ഷക്കണക്കിന് രൂപ വില വരും. ചേട്ടനാരാ കുറുക്കനെന്നറിയാമോ? സുഷമ പിന്നീടൊരിക്കൽ പറഞ്ഞു. ചുമ്മാതല്ലല്ലോ, മറുനാട്ടിൽ ചെന്ന് കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടല്ലേ? അതെ, ഞങ്ങൾക്കാർക്കും പരാതിയില്ലല്ലോ. ഞങ്ങൾക്ക് സാമാന്യം സുഖമായിട്ട് കഴിയാനുള്ളതൊക്കെ ചേട്ടൻ തന്നിട്ടുണ്ട്, ഇടയ്ക്കിടെ തരുന്നുമുണ്ട്. നിനക്കും സമ്പാദിക്കാമല്ലോ. ചേട്ടനോട് പറഞ്ഞാൽ ഒരു ജോലി വാങ്ങിത്തരില്ലേ? എനിക്കവിടുത്തെ ജോലി വേണ്ട. അത് കുറച്ചുള്ള സമ്പാദ്യവും ജീവിത സുഖവും ഒക്കെ മതി. നാടും വീടും വിട്ട് അന്യനാട്ടിലേക്ക് പോകാൻ എനിക്കൊട്ടും ഇഷ്ടമല്ല. സുഷമയുടെ ലാളിത്യമാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമായത്. ചേട്ടൻ ഗൾഫിലാണെന്നതിൻ്റെ ഊറ്റമൊന്നും വേഷഭൂഷാദികളിൽ കാണിക്കാറില്ല. ഫോറിൻ സാധനങ്ങളോട് അതിരു കവിഞ്ഞ ഭ്രമവുമില്ല. ഏറ്റവും ലളിതമായ വേഷം ധരിച്ച് ഏറ്റവും മിടുക്കിയായി അവൾ ക്ലാസ്സിൽ വരുന്നു. കോട്ടൺ സാരിയാണ് മിക്കപ്പോഴും ധരിക്കാറ്. ചേട്ടൻ കൊണ്ടുവന്നു കൊടുത്ത 4-5 ഫോറിൻ സാരികൾ അലമാരയിൽ വെറുതെ ഇരിപ്പുണ്ട്. സഹപാഠികൾ ചോദിക്കും, നിനക്ക് അതൊക്കെ ഉടുത്തോണ്ട് വരരുതോ? ഇവിടെ ബാക്കിയുള്ളവർ അത്തരമൊന്ന് കിട്ടാൻ കൊതിച്ചിരിപ്പാണ്. എനിക്കിഷ്ടമല്ല. ഫോറിൻ സാരി വേണമെങ്കിൽ ഡസൻ കണക്കിന് കണ്ടേനല്ലോ. ചേട്ടൻ കൊണ്ടുവരും. ഞാനത് ആർക്കെങ്കിലും വിറ്റ് കാശാക്കും. എനിക്ക് കോട്ടൺ സാരിയാ ഇഷ്ടം. മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് അതാ ചേർച്ച. സുഷമയ്ക്ക് ആഭരണഭ്രമമില്ല. കാതിലോരോ സ്വർണ്ണയില, കഴുത്തിലൊരു ചെയിൻ. തീർന്നു. സുഷമയെപ്പോലെ സുന്ദരിയായ ഒരുവൾക്ക് ആഭരണമേ വേണ്ട. ഏറെ അടുത്തു കഴിഞ്ഞപ്പോൾ വിമല ഗോപികൃഷ്ണനെക്കുറിച്ച് സുഷമയോട് പറഞ്ഞു. കേട്ടപ്പോൾ അവൾക്ക് ആശ്ചര്യം, പിന്നെ പരിഭവം. എൻ്റെ കള്ളി, നീ ഇത്രയും നാൾ എന്നോടിത് മറച്ചു വച്ചല്ലോ. ആളെ വിശ്വാസമായിട്ട് മതിയെന്ന് വെച്ചു. എന്നെയോ അയാളെയോ? അയാളെ പണ്ടേ വിശ്വാസമാണ്. അപ്പോൾ എന്നെയായിരുന്നു അവിശ്വാസം. നോക്കിക്കോ, ലോകത്തുള്ളവരോടൊക്കെ ഞാനിത് വിളിച്ചു പറയുന്നുണ്ട്. പറഞ്ഞോ. ഒരിക്കൽ ഗോപികൃഷ്ണനെ അവൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. സുഷമയെക്കുറിച്ച് ഗോപികൃഷ്ണനോടും പറയാറുണ്ടായിരുന്നു. ഏതാ തൻ്റെ ഈ ചങ്ങാതി? ഒന്ന് കാണിക്കോ? ഗോപികൃഷ്ണൻ ചോദിച്ചു. എന്തിനാ? കൊള്ളാമെങ്കിൽ വല വീശാൻ. ആങ്ങള ഗൾഫുകാരനല്ലേ, പൂത്ത പണം കാണും. സ്വർണ്ണ ബിസ്ക്കറ്റ് 2 കിട്ടിയാൽ കഴിക്കോ? വലയൊന്ന് വീശി നോക്ക്, ഒരിക്കൽ വിളിച്ചോണ്ടു വരാം. അങ്ങനെയാണ് സുഷമയെ കൊണ്ടുവന്ന് ഗോപികൃഷ്ണന് പരിചയപ്പെടുത്തിയത്. താനാണോ എൻ്റെ പെണ്ണിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി? ഗോപികൃഷ്ണൻ ചോദിച്ചു. ഞാനല്ലല്ലോ, ഒരു കന്നാലി ചെക്കനാണെന്നാ കേട്ടത്. അമ്പാടി സ്വദേശി. സുഷമ തിരിച്ചടിച്ചു. ഗോപികൃഷ്ണൻ ചൂളി. വടി കൊടുത്ത് അടി മേടിച്ചല്ലോ. പറഞ്ഞു തീരും മുൻപേ ഗോപികൃഷ്ണൻ പറഞ്ഞു. കന്നാലി ചെക്കന് ഒരാളുടെ മാത്രമല്ല സൂക്ഷിക്കാൻ കഴിയുക, പലതിൻ്റെ 16,000 ആയിക്കോട്ടെ, രാധയെ ചതിക്കാണ്ടിരുന്നാൽ മതി. അവൾ പാവമല്ലേ. സന്ദർശനം കഴിഞ്ഞ് മടങ്ങവേ സുഷമ വിമലയോട് പറഞ്ഞു. എനിക്കിഷ്ടമായി. ആരെ? നിന്റെ ആളിനെ. ചതിച്ചോ? അതല്ലടി, നിനക്ക് നല്ലപോലെ ഇണങ്ങുമെന്ന്. ഓ, അതാണോ? ഞാൻ പേടിച്ചു പോയല്ലോ. കരുതിയിരുന്നോ, വേണ്ടി വന്നാൽ ഞാൻ ഇങ്ങോട്ട് വളയ്ക്കും. 10 സ്വർണ്ണ ബിസ്ക്കറ്റും പഴയ കോളിനോസ് പുഞ്ചിരിയും പോരെ? നീ 2ാമത്തെ ആയുധം മാത്രമല്ലേ ഉപയോഗിച്ചുള്ളൂ. അങ്ങനെ വീഴുന്നവനാണെങ്കിൽ നീ എടുത്തോ. അങ്ങനെ ഉച്ചിഷ്ടമൊന്നും എനിക്ക് വേണ്ട. എനിക്കൊരുത്തൻ വരും, രാജകുമാരനെ പോലെ ഒരുത്തൻ. ഒരു ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ സുഷമ വലിയ സന്തോഷത്തിൽ പറഞ്ഞു. ചേട്ടൻ വന്നിട്ടുണ്ട്. ഓർക്കപ്പുറത്ത് ഒരു വരവ്, ഒരു മുന്നറിയിപ്പുമില്ലാതെ. നിനക്കെന്തു കൊണ്ടുവന്നോ? തുണിത്തരങ്ങളൊക്കെ ചേട്ടൻ പോയി കഴിയുമ്പോൾ മറിച്ചു വിൽക്കാം. ഇങ്ങനെ ഞാൻ എന്ത് കാശുണ്ടാക്കിയിട്ടുണ്ടെന്നറിയോ? ബാങ്കിലിട്ടിരിക്കുക. ഇങ്ങനെ നീ കുറെ സമ്പാദിക്കുമല്ലോ. ഇന്നുച്ചയ്ക്ക് എൻ്റെ കൂടെ വീട്ടിൽ വാ, ചേട്ടനെ പരിചയപ്പെടുത്താം. സുഷമ വളരെ നിർബന്ധിച്ചപ്പോൾ വിമല വഴങ്ങി. അവളോടൊപ്പം പോയി. സുഷമയാണ് പരിചയപ്പെടുത്തിയത്. ചേട്ടാ, ഇതെൻ്റെ കൂട്ടുകാരി വിമലക്കുട്ടി. ഞാൻ കത്തിലെഴുതിയിട്ടില്ലേ? നേരിട്ട് കണ്ടതിൽ സന്തോഷം. അയാൾ അവളെ അടിമുടി നോക്കിയിട്ട് തുടർന്നു. എൻ്റെ പേര് രാജൻ ബാബു. എന്നെക്കുറിച്ച് വായാടി പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. വിമല പുഞ്ചിരി തൂകി, അത്രമാത്രം. പിന്നീടൊരു ദിവസം വിമല സുഷമയെ തൻ്റെ വീട്ടിലേക്കും ക്ഷണിച്ചുകൊണ്ടുപോയി. അധ്യായം 6. വിമല പറഞ്ഞ് വീടിൻ്റെ ശോചനീയാവസ്ഥ ഏറെക്കുറെ സുഷമയ്ക്കറിയാമായിരുന്നു. നേരിട്ട് കണ്ടപ്പോഴാണ് വിമല പറഞ്ഞതിനേക്കാൾ എത്രയോ ദയനീയമാണ് ആ കുടുംബത്തിൻ്റെ സ്ഥിതിയെന്ന് സുഷമയ്ക്ക് ശരിക്കും മനസ്സിലായത്.
വിമല സുഷമയെ വീട്ടുകാർക്കെല്ലാം പരിചയപ്പെടുത്തി. സുഷമയുടെ ചേട്ടൻ ഗൾഫിലാണെന്നും അവധിക്ക് വന്നിട്ടുണ്ടെന്നും അറിഞ്ഞപ്പോൾ മാധവിയമ്മ പറഞ്ഞു, മോളെ, ഈ വിമലയ്ക്കും അവിടെയെങ്ങാൻ ഒരു പണി തരപ്പെടുത്തി കൊടുക്കാമോന്ന് ചോദിക്കുക. ഞങ്ങളൊന്ന് പച്ച പിടിക്കട്ടെ, ആകെ തകർന്നിരിക്കുക. അതൊന്നും വേണ്ടമ്മേ, അന്യദേശത്ത് പോയി ജീവിക്കുന്ന പെൺകുട്ടികളുടെ നല്ല ഭാവി പോകും. വിമലയ്ക്ക് ഈ നാട്ടിൽ തന്നെ ഒരു ജോലി കിട്ടാതിരിക്കില്ല, സുഷമ പറഞ്ഞു. ഇവിടെ ജോലി കിട്ടിയിട്ട് എന്താകാനാ? അവനവൻ്റെ കാര്യം നോക്കാനുള്ള ശമ്പളം പോലും കിട്ടുകയില്ല. സുഷമ ഒന്നും മിണ്ടിയില്ല. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അവൾ രാജൻ ബാബുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ, വിമലയ്ക്ക് കൂടി ഗൾഫിലെങ്ങാൻ ഒരു ജോലി വാങ്ങിക്കൊടുക്കോ? ചേട്ടൻ എത്ര പേരെ കൊണ്ടുപോകുന്നതാ? 4-5 ദിവസം മുൻപ് നിന്റെ കൂടെ ഇവിടെ വന്ന കുട്ടിയല്ലേ? അതെ. ഞാൻ ഇക്കാര്യം നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. അവൾക്ക് ഗൾഫിൽ പോകാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിക്കണമെന്ന്. അതെന്താ അങ്ങനെ തോന്നാൻ? എനിക്ക് കിട്ടാവുന്ന കമ്മീഷൻ മാത്രമല്ല, കണ്ടിട്ട് മിടുക്കിയാണെന്ന് തോന്നി. കമ്മീഷനൊന്നും കിട്ടില്ല, നേരത്തെ പറഞ്ഞേക്കാം. മാത്രമല്ല, അവളുടെ പാസ്പോർട്ടിനും വിസയ്ക്കുമുള്ള പണം കൂടി ചേട്ടൻ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. യാത്രാ ചെലവും വഹിക്കണം. എൻ്റെ തലയ്ക്ക് കേടൊന്നുമില്ല. ചേട്ടൻ മുടക്കുന്ന പണം മുഴുവൻ അവൾ തിരിച്ചു തരും ചേട്ടാ. ഇല്ലെങ്കിൽ ഞാൻ തരും, പോരെ? നഷ്ടക്കച്ചവടമല്ലേ മോളെ അത്. ചേട്ടൻ ഇക്കാര്യത്തിൽ ലാഭനഷ്ടങ്ങളൊന്നും നോക്കണ്ട. എനിക്ക് വേണ്ടി ചെയ്യുകയാണെന്ന് കരുതിയാൽ മതി. ആ സ്ഥാനത്ത് വേറൊരാളെ കൊണ്ടുപോയാൽ എനിക്ക് 10,000 രൂപയെങ്കിലും കിട്ടും. അവളും തരും. പക്ഷേ ഇപ്പോൾ നിവൃത്തിയില്ലെന്ന് മാത്രം. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ആ കുടുംബം കഴിഞ്ഞുകൂടുന്നതെന്ന് ചേട്ടനറിയില്ല. ഞാൻ നേരിട്ട് കണ്ടതല്ലേ. ശരി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. വിമല എന്തുമാത്രം പഠിച്ചിട്ടുണ്ട്? PDC പാസ്സായി. ഇപ്പോൾ പഠിക്കുന്ന കോഴ്സ് അതും പാസ്സാകും. വാസ്തവത്തിൽ രാജൻ ബാബുവിന് ഇക്കാര്യത്തിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. വിമലയെ കണ്ട അന്ന് തന്നെ അയാൾക്ക് ആഗ്രഹം ജനിച്ചതാണ്. അവളുടെ പേരും രൂപവും മനസ്സിൽ കുറിച്ചിടുകയും ചെയ്തിരുന്നു. ആരും കൊതിച്ചു പോകുന്ന സൗന്ദര്യം, അതിലൊന്ന് മുങ്ങിത്താഴണം. എത്രയോ പെൺകുട്ടികളെ താൻ നാടുകടത്തി കൊണ്ടുപോയി എന്ന് അയാൾ ഓർത്തു. എല്ലാവരെയും തൻ്റെ കിടപ്പറയിലൂടെയാണ് കടത്തിവിട്ടത്. വിമലയോളം സൗന്ദര്യമുള്ള, വിമലയെപ്പോലെ എല്ലാം തികഞ്ഞ ഒരു ഉരുവും തൻ്റെ കൈക്കുള്ളിൽ വന്നു പെടാതിരുന്നതിൽ ഇപ്പോൾ അയാൾക്ക് കുണ്ഠിതം തോന്നി. വിമലയെക്കുറിച്ച് അയാൾ സുഷമയോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. പറ്റിയാൽ അവളെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കണമെന്നും ജോലിക്കുള്ള ഓഫർ മുൻപോട്ട് വയ്ക്കണമെന്നും നിശ്ചയിച്ചിരുന്നു. അപ്പോഴാണ് സുഷമ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്. തൻ്റെ ആഗ്രഹം ദൈവം കണ്ടറിഞ്ഞ് ചെയ്തതുപോലെ തോന്നി. താൻ തിരിച്ചു പോകുന്നതിന് മുൻപ് വിമലയെ ഒരിക്കൽ കൂടി കാണണമെന്ന് രാജൻ ബാബു ആവശ്യപ്പെട്ടു. സുഷമ ഒരിക്കൽ കൂടി വിമലയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. രാജൻ ബാബുവിൻ്റെ ആർത്തു പിടിച്ച കണ്ണുകൾ വിമലയെ ആകെയൊന്നൊഴിഞ്ഞു. ഗൾഫിൽ ജോലി വാങ്ങിത്തരുമെന്നുള്ള അയാളുടെ ഉറപ്പ് വിമല അത്ര കാര്യമായി എടുത്തില്ല. സുഷമ അതേക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം അവൾ മൗനം പാലിക്കുകയായിരുന്നു. 6 മാസം കഴിഞ്ഞ് ഞാൻ വരും, അപ്പോഴേക്കും റെഡിയായിരുന്നേക്കണം, രാജൻ ബാബു പറഞ്ഞു. അന്യനാട്ടിൽ പോയി ജോലി ചെയ്യാൻ എനിക്കത്ര താല്പര്യമൊന്നുമില്ല, വിമല അറിയിച്ചു. രാജൻ ബാബു മനസ്സിലാകാത്ത മട്ടിൽ സുഷമയെ നോക്കി. കുട്ടി, ഇക്കാലത്ത് ഗൾഫിലൊരു ജോലി എന്ന് വെച്ചാൽ നിസ്സാരമാണോ? എത്ര പേരാണ് ക്യൂ നിൽക്കുന്നത്? ഞാനൊന്ന് മൂളിയാൽ മതി. സുഷമ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ ഇത്ര താല്പര്യമെടുത്തത്. ഉടനെ സുഷമയും പറഞ്ഞു, നിന്റെ കുടുംബം രക്ഷപ്പെടും. വീട്ടിലെ ദുരിതം കണ്ടിട്ടാ ഞാൻ ചേട്ടനോട് ശുപാർശ ചെയ്തത്. നീ നാടുവിട്ടു പോകുന്നത് എനിക്കും അത്ര ഇഷ്ടമല്ല. പക്ഷേ 4-5 വർഷം ജോലി ചെയ്താൽ നിനക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള വകയുണ്ടാക്കാം. ഏതായാലും ആലോചിക്കാൻ ധാരാളം സമയമുണ്ടല്ലോ. ഒരാഴ്ചയ്ക്ക് ശേഷം രാജൻ ബാബു ഗൾഫിലേക്ക് മടങ്ങിപ്പോയി. ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് വിമല ഗോപികൃഷ്ണനുമായി സംസാരിച്ചു. എനിക്ക് തീരെ ഇഷ്ടമല്ല, അയാൾ തീർത്തു പറഞ്ഞു. കുടുംബം രക്ഷപ്പെടുമല്ലോ എന്നോർത്തിട്ടാ ഞാൻ അരസമ്മതം മൂളിയത്. എന്തോന്നും കുടുംബം? ഗോപികൃഷ്ണൻ ചുണ്ടിയെടുത്തു. താനങ്ങ് ചത്തുപോയാൽ ഈ കുടുംബം കഴിഞ്ഞു പോകില്ലേ? ആരും ആത്മഹത്യ ചെയ്യില്ല, പട്ടിണി കിടന്ന് മരിക്കുകയുമില്ല. തെണ്ടിത്തിന്നാൻ ആരോഗ്യമുള്ളവരല്ലേ വീട്ടിലെല്ലാവരും. താങ്ങാൻ ആളുണ്ടെങ്കിലേ തളരാൻ ആളുണ്ടാവൂ. ഗോപികൃഷ്ണൻ അറിയാഞ്ഞിട്ടാണ്. വിശ്വട്ടൻ മാത്രമേ ജോലി എടുക്കാറായിട്ടുള്ളൂ. പക്ഷേ എവിടെ പണി കിട്ടാൻ? അനിയത്തിമാരൊക്കെ പഠിക്കുകയാണ്. പണി കിട്ടില്ലത്രേ. കല്ലും മണ്ണും ഇഷ്ടികയും ചുമക്കുന്നത് നാണക്കേട്, തൂമ്പായെടുത്ത് കിളയ്ക്കുന്നത് നാണക്കേട്. ഈ നാട്ടിൽ വെള്ളക്കോളർ പണിക്കല്ലേ ക്ഷാമമുള്ളൂ. ഒരാളിൻ്റെ പ്രയത്നഫലം അതേ ആരോഗ്യമുള്ള വേറൊരാൾ പങ്കുപറ്റുന്നത് ചൂഷണമാണ്. പക്ഷേ ഇവിടുത്തെ കുടുംബക്കാർക്ക് അതറിയില്ല. എല്ലാ വീട്ടിലും കാണും ഓരോ ചുമട് താങ്ങി കറവ പശു. അതിനെ ചുറ്റിപ്പറ്റി കുറേ കള്ളന്മാരും കള്ളികളും. ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഈ ചുമട് താങ്ങി ചത്തുപോയാൽ അയാളെ ആശ്രയിച്ചിരുന്നവർ കൂടെ ചാകുമോ അതോ ജീവിക്കുമോ എന്ന്? ജീവിക്കും, നിശ്ചയം. ജീവിക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കുകയും ചെയ്യും.
ചുമട് താങ്ങി ജീവിച്ചിരുന്നപ്പോഴും അതേ മാർഗമുണ്ടായിരുന്നു എന്നോർക്കണം. അതിനിത്ര ചൂടാവുന്നതെന്തിന്? ഗൾഫിൽ പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ചതേയുള്ളൂ. ആലോചിക്കുകയോ തീരുമാനിക്കുകയോ എന്തു വേണമെങ്കിൽ ചെയ്തോ. പിണങ്ങിയ ഭാവത്തിലാണ് ഗോപികൃഷ്ണൻ പിരിഞ്ഞത്. അതോടെ വിമല ഗൾഫിൽ പോകാനുള്ള ആലോചന വേണ്ടെന്ന് വെച്ചു. വീട്ടിൽ ഇതേക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. വിമല എപ്പോഴും വീടിന് വെളിയിൽ കഴിയാൻ ആശിച്ചു. വീട്ടിനുള്ളിൽ ഒരിക്കലും സ്വസ്ഥതയില്ല. അച്ഛനും അമ്മയും സദാ നേരവും പരസ്പരം പ്രാഗിക്കൊണ്ടിരിക്കും. ഉണ്ടായിരുന്ന തറവാട്ട് സ്വത്തുക്കളെല്ലാം വിറ്റുമുടിച്ചിട്ടാണ് ഈ ഗതി വന്നതെന്ന് സകല കുറ്റവും അച്ഛനിൽ അടിച്ചേൽപ്പിക്കുന്ന അമ്മ. അച്ഛനൊന്നും സമ്പാദിച്ചില്ല. വേണ്ട, കാരണവന്മാർ കൊടുത്ത സ്വത്ത് നിലനിർത്തുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്നാണ് അമ്മയുടെ വിലാപം. അമ്മയുടെ പിടിപ്പ് കേടുകൊണ്ടാണ് കുടുംബം കുളം തോണ്ടിയതെന്ന് അച്ഛൻ കുറ്റപ്പെടുത്തുന്നു. അമ്മ വന്നു കയറിയതിനു ശേഷമാണത്രേ തറവാടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടത്. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടായിരുന്ന കാലത്ത് ഒരു വഴക്കമില്ലായിരുന്നു. എല്ലാവരും പരസ്പരം സ്നേഹിച്ചും പ്രശംസിച്ചും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി. വസ്തുവകകൾ വിറ്റ് പണവും പിന്നെ തീറ്റ സാധനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആർക്കുമില്ലായിരുന്നു പരാതി. സുഭിക്ഷം, സുഖം. ഇപ്പോൾ കുടുംബത്തിൽ കലഹം. വിശ്വേട്ടൻ രാവിലെ വീട് വിട്ടിറങ്ങിയാൽ ഉച്ചയൂണിനും അത്താഴത്തിനുമേ വരൂ. കൂലിപ്പണിക്ക് പോകുന്നത് അഭിമാനക്ഷതം. പോകട്ടെ, സ്വന്തമായി ഉള്ള മണ്ണിൽ 4 വാഴ കുഴിച്ചു വയ്ക്കുക. അതിൽ മാനക്കേടെന്തിരിക്കുന്നു? പക്ഷേ അതിനേക്കാൾ മാനം അമ്പലപ്പറമ്പിലെ വൃക്ഷത്തണലുകളിൽ ചെന്നിരുന്ന് ചീട്ട് കളിക്കുന്നതാണ്. പണം വെച്ചുള്ള ചീട്ടുകളി. ഒരിക്കൽ വിശ്വേട്ടൻ ആരോടോ അടികലശലുണ്ടാക്കിയെന്ന് കേട്ടു. അന്ന് മൂക്കറ്റം കുടിച്ചിട്ടാണ് വീട്ടിൽ കയറി വന്നത്. എവിടെ നിന്നാണ് ചീട്ട് കളിക്കാൻ പണം? 10ൻ്റെയും 20ൻ്റെയും ചിലപ്പോൾ 50ൻ്റെയും നോട്ടുകൾ വിശ്വേട്ടൻ്റെ പോക്കറ്റിൽ കണ്ടിട്ടുണ്ട്. മറ്റൊരു ദിവസം പണം വെച്ച് ചീട്ട് കളിച്ചതിന് പോലീസ് പിടികൂടിയെന്നറിഞ്ഞു. 6 പേരുണ്ടായിരുന്നു ചീട്ടുകളി സംഘത്തിൽ. 3 പേരെ മാത്രമാണ് പോലീസിന് പിടികിട്ടിയത്. ബാക്കിയുള്ളവർ ഓടിക്കളഞ്ഞു. ഏതായാലും സന്ധ്യയ്ക്ക് മുൻപേ പോലീസ് വിട്ടയച്ചു. ഇങ്ങനെ പോയാൽ കുടുംബം എങ്ങനെ നന്നാകും? വിമല ഓർത്തു. 4 മാസം കൂടി കഴിഞ്ഞപ്പോൾ കോഴ്സ് അവസാനിച്ചു. പരീക്ഷ എഴുതി റിസൾട്ടും കാത്ത് ഇരിപ്പായി. ജയിക്കും, തീർച്ച. സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയാലുടൻ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസിന് കയറിപ്പറ്റണം. വിമല തീരുമാനിച്ചു. ഞായറാഴ്ച ദിവസം രാവിലെ സുഷമയുടെ വീട്ടിൽ പോയി. കോഴ്സ് തീർന്നതിന് ശേഷം കണ്ടിട്ടില്ല. വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ഉച്ചയായി. വന്നപ്പോൾ വീട്ടിൽ വലിയ ബഹളം. എല്ലാവരും അപമാനിതരെ പോലെ തലയും കുനിച്ച് ഓരോ ദിക്കിലിരിക്കുന്നു. കാര്യമന്വേഷിച്ചപ്പോൾ അജയൻ പറഞ്ഞു, ഏട്ടനെ പോലീസ് പിടിച്ചു. എന്തിന്? മോഷണത്തിന്. അവൾ അമ്മയോട് ചോദിച്ച് വിശദ വിവരങ്ങളറിഞ്ഞു. വിശ്വേട്ടനടക്കം 4 സംഘം വെളുപ്പാൻ കാലത്ത് വാഴത്തോട്ടത്തിൽ മോഷണത്തിനിറങ്ങി. ഇത് മാസങ്ങളായി തുടർന്നു പോന്നിരുന്നതാണത്രേ. അയൽപ്പക്കത്തെ പറമ്പുകളിലായിരുന്നു തുടക്കം. തേങ്ങ, പച്ചക്കറികൾ, റബ്ബർ, വാഴക്കുല ഇത്യാദികളൊക്കെ മോഷ്ടിച്ചു വിറ്റ് ചീട്ടുകളിക്കും, മദ്യപിക്കും. തുടക്കം ഗംഭീര വിജയമായതോടെ മോഷണം അയൽ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു. പരിപാടി ശാസ്ത്രീയമായി വിപുലീകരിക്കുകയും ചെയ്തു. നാട്ടിലെ തേങ്ങയ്ക്കും കുരുമുളകിനും വാഴക്കുലയ്ക്കും മറ്റു വിളകൾക്കും സുരക്ഷിതത്വമില്ലാതായി. എന്നും ഓരോ പറമ്പുകളിൽ നിന്ന് വിളകൾ മോഷണം പോയി തുടങ്ങി. ഒരു കൃഷിത്തോട്ടമുടമ പല ദിവസം ആളുകളെ കൂട്ടി കാവലിരുന്ന ശേഷമാണത്രേ പിടികൂടിയത്. കണ്ടുപിടിക്കപ്പെട്ടു എന്നായപ്പോൾ വിശ്വേട്ടനുൾപ്പെടെ 4 ഓടി. പക്ഷേ കാവലിനിരുന്നവർ ഓടിച്ചു പിടിക്കുക തന്നെ ചെയ്തു. മോഷണം നടത്തിയ പറമ്പിലെ തെങ്ങുകളിൽ കെട്ടിയിട്ട് 4 പേരെയും ശരിക്ക് തല്ലിച്ചതച്ചു എന്നാണ് കഥ. അയൽ പ്രദേശങ്ങളിലുള്ളവരൊക്കെ ഓടിക്കൂടിയത്രേ. വിളകൾ മോഷണം പോയവരെല്ലാം പക തീർക്കാൻ 1ഉം 2ഉം തട്ടിമുട്ടി നിന്നു. 10 മണിക്ക് പോലീസിൽ അറിയിച്ചു. പോലീസ് വന്ന പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. 4 മൈലോളം അകലെയുള്ള ഒരു സ്ഥലത്താണ് സംഭവം നടന്നത്. വാർത്ത ഇവിടെ എത്തിയപ്പോൾ ഉച്ചയായി. കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു. അമ്മ തൂണും ചാരിയിരിക്കുന്നു. ഇടയ്ക്ക് കണ്ണീർ തുടയ്ക്കുന്നു. അച്ഛൻ അസ്വസ്ഥനായി കോലായിലൂടെ പാഞ്ഞു നടക്കുന്നു. വിമല മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. 2 മണിയായപ്പോൾ പോലീസ് ജീപ്പെത്തി. വിശ്വനെ അവർ ജീപ്പിൽ നിന്നിറക്കി വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവന്നു. കാഴ്ച കാണാൻ അയൽപ്പക്കത്തുള്ളവർ ഒത്തുകൂടി. അധ്യായം 7. അച്ഛനും അമ്മയും പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് തലകുനിച്ച് നിൽക്കുകയാണ്. ഒരക്ഷരം മറുപടി പറയുന്നില്ല. കോലായിൽ നിന്ന് വിമല എല്ലാം കാണുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ മകൻ തന്നെയാണല്ലോ ഇത്? ഒരു കോൺസ്റ്റബിൾ ചോദിച്ചു. അതെ, മകൻ 1-ാം തരം തൊഴിലാ പഠിച്ചിരിക്കുന്നത്. മോഷണം. കാരണവർക്ക് വയസ്സുകാലത്ത് കഞ്ഞി കുടിച്ചു കിടക്കാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? വരുമാനത്തിന് അളവില്ലല്ലോ. അത് കൂടിയും കുറഞ്ഞുമിരിക്കും. ഒത്താൽ പെട്ടെന്ന് ധനവാനാകാം. ഇവനെയൊക്കെ ജനിപ്പിച്ച ഇയാളെ വേണം തല്ലാൻ. വേറൊരു കോൺസ്റ്റബിൾ. എന്തടാ മിണ്ടാതെ നൽകുന്നത്? കൂടെ ഒരു പുളിച്ച തെറിയും. ഗംഗാധരന് തലച്ചോറ് കത്തുന്നതുപോലെ തോന്നി.
പാഞ്ഞു ചെന്ന് വിശ്വൻ്റെ ചെകിടിൽ ഊക്കോടെ ഒരടിയടിച്ചു. വിശ്വൻ വീണുപോയി. പൊയ്ക്കോടാ, നീ എൻ്റെ മകനല്ല. ഇനിമേലിൽ നീ ഈ വീട്ടിൽ കാലുകുത്തരുത്. പോലീസുകാർ ഗംഗാധരനെ തള്ളിമാറ്റി. ഒരാൾ തല്ലാൻ കൈയോങ്ങി. മാറുന്നില്ലടാ, ഇപ്പോഴല്ല മക്കളെ തല്ലേണ്ടത്. നേരത്തെ തല്ലി വളർത്തിയിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നടോ. ഹെഡ് കോൺസ്റ്റബിൾ അച്ഛനായരെ വിളിച്ചു മാറ്റി നിർത്തി. എന്തൊക്കെയോ സ്വകാര്യം പറഞ്ഞു. കേസില്ലാതെ ഒതുക്കി തീർക്കാം. 1000 രൂപ തന്നാട്ടെ. 1000 രൂപയോ? അച്ഛനായർ അന്താളിച്ചു. അത് കൂടുതലൊന്നുമല്ല. നാട്ടുകാരൊക്കെ അറിഞ്ഞ കേസാ. നിങ്ങളുടെ വീടും ചുറ്റുപാടും കണ്ട് എനിക്കൊരു കാരണം തോന്നിയിട്ടാ ഞാനിത് പറഞ്ഞത്. SI സമ്മതിക്കുമോന്ന് അറിയില്ല. എന്നാലും 1000 രൂപ വേണ്ടെന്നേ. ഞാൻ വെറുതെ പറഞ്ഞെന്നേയുള്ളൂ. ആ ചെറുക്കൻ്റെ ആയുസ് നശിപ്പിക്കണ്ടല്ലോ എന്നോർത്ത്. നാട്ടുകാർ ശരിക്ക് തല്ലിച്ചതച്ചിട്ടാ ഞങ്ങൾക്ക് കൈമാറിയത്. സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ അവിടുന്നും കിട്ടി വേണ്ടുവോളം. SI ഇതുവരെ തൊട്ടിട്ടില്ല. ഇന്ന് രാത്രിയാകട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത്. SI പതുക്കെ തടവത്തേയുള്ളൂ. ആദ്യം തടവിയാൽ പിന്നെ അധികകാലം ജീവിക്കേണ്ട ഗതികേട് ഉണ്ടാവുകയല്ല. അദ്ദേഹം തടവിയവരെല്ലാം അധികം കഷ്ടപ്പെടാതെ വല്ല ക്ഷയവും പിടിച്ച് മരിച്ചിട്ടേയുള്ളൂ. ഒരു കണക്കിൽ ഇവനൊക്കെ ജീവിച്ചിരിക്കുന്നതിൽ ഭേദം ചാകുന്നതാ അല്ലേ? വല്ല 100-300 ആയിരുന്നേൽ ഞാൻ എവിടുന്നെങ്കിലും വായ്പ മേടിച്ച് തരാമായിരുന്നു. അച്ഛനായർ വിഷമത്തോടെ അറിയിച്ചു. അതൊന്നും വേണ്ട. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. പിന്നെ സംഗതി കേസായാൽ ചെറുക്കൻ്റെ ഭാവി പോകും. ലിസ്റ്റിൽ പേര് വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ എവിടെ മോഷണം നടന്നാലും പോലീസ് വന്ന് പിടികൂടും. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. ശരിക്ക് തല്ലുകയും ചെയ്യും. കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞല്ലേ നിരപരാധിയാണെന്ന് തെളിയുന്നത്. വല്ല കാര്യവുമുണ്ടോ? പറഞ്ഞ് ഒടുവിൽ 500 രൂപയ്ക്ക് അച്ഛനായരെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടേ ഹെഡ് കോൺസ്റ്റബിൾ അടങ്ങിയുള്ളൂ. ഞങ്ങൾക്കിതിൽ നിന്ന് 10 പൈസ വേണ്ട. SIക്ക് കൊടുക്കാനേ ഉള്ളൂ ഇത്. നല്ലൊരു ചെറുപ്പക്കാരൻ്റെ ഭാവി ഓർത്തിട്ട് മാത്രമാ. രൂപ വാങ്ങി പോക്കറ്റിലിട്ട് അയാൾ പറഞ്ഞു. വിഷുവിനെ അവർ സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോയി. സന്ധ്യയോടെ അയാളെ വിട്ടയച്ചു. ശരിക്കും മദ്യപിച്ചിട്ടാണ് വിശ്വൻ വീട്ടിലെത്തിയത്. എൻ്റെ മുറ്റത്ത് കാൽ കുത്തരുത്, ഗംഗാധരൻ നായർ ഗർജിച്ചു. അടിയേറ്റ് നീരുവന്ന് വീർത്ത വിശ്വൻ്റെ മുഖത്ത് ഒരു പുച്ഛച്ചിരി തെളിഞ്ഞു. അയാൾ അച്ഛൻ്റെ മുൻപിൽ ചൂടുറയ്ക്കാതെ ആടി. കടന്നുപോടാ. ഗംഗാധരൻ വെളിയിലേക്ക് കൈ ചൂണ്ടി. അച്ഛൻ എന്തോ പറ്റി? തലയ്ക്ക് സുഖമില്ലാണ്ടായോ? അതോ എനിക്ക് വീട് മാറിപ്പോയോ? മാധവിയമ്മ ഓടിയെത്തി. അവർ ഭർത്താവിൻ്റെ മുൻപിൽ കയറി നിന്ന് തടഞ്ഞു പറഞ്ഞു. പോകാൻ പറഞ്ഞാൽ അവൻ എങ്ങോട്ട് പോകും? പോയി ചാകട്ടടി. കള്ളന്മാരുടെ പാരമ്പര്യമല്ല ഈ തറവാടിന്. ഈ കുടുംബത്തിൽ ഇതുവരെ മോഷ്ടാക്കൾ ജനിച്ചിട്ടില്ല. എനിക്ക് മോഷ്ടിക്കുന്ന മക്കൾ വേണ്ട. അച്ഛൻ ചുമ്മാ ചൂടാകാതെ. ഞാൻ മോട്ടിച്ചത് ശരിയാ. ഇനിയും മോട്ടിക്കും. ജീവിക്കണ്ടായോ? തന്തയ്ക്കും തള്ളയ്ക്കും മക്കളെ പടച്ചുവിടാൻ എളുപ്പമാ. പക്ഷേ വിശക്കുമ്പം തീറ്റ കൊടുക്കണം. പഴം പുരാണം വിളമ്പിയാൽ വയറു നിറയുകയില്ല. ഗംഗാധരൻ നായർ കൈവീശി വിശ്വൻ്റെ ചികിട്ടത്തൊന്നു പൊട്ടിച്ചു. വിശ്വൻ കയ്യിൽ കയറി പിടിച്ചു. ഇനി എന്നെ തൊട്ടാൽ തന്തയാണെന്ന് ഞാൻ നോക്കുകയല്ല. ഒരു തറവാടിത്തം. തറവാട്ടിൽ കള്ളന്മാർ ജനിച്ചില്ലെങ്കിൽ അതിനു കാരണം അച്ഛൻ്റെ കാലം വരെ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടായിരുന്നു. എല്ലാം വിറ്റുമുടിച്ചില്ലേ? തറവാട്ടിൽ പട്ടിണിയുടെ പാരമ്പര്യവും ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ തല്ലാനിറങ്ങിയിരിക്കുന്നു. ഒരു ബീഡി വലിക്കണമെങ്കിൽ, ഒരു ചായ കുടിക്കണമെങ്കിൽ ഞാൻ തെണ്ടണോ? അതിനേക്കാൾ ഭേദം മോഷണമാ. വിശ്വൻ ആടിയാടി വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. നടക്കുന്നതിനിടയിൽ അയാൾ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടിരുന്നു. ഗംഗാധരൻ തൂണും ചാരി കോലായിലിരുന്നു. ലോകത്തിലെ എല്ലാവരുടെയും അപമാനഭാരം തലയിലേറ്റിയതുപോലെ. വീട്ടിനുള്ളിൽ അസ്വസ്ഥത പെരുകി. നാളെ മുതൽ വഴിയിലിറങ്ങി നടക്കേണ്ടല്ലോ എന്ന് ഗംഗാധരൻ നായർ പരിതപിച്ചു. നാട്ടുകാർ മുഴുവൻ വിവരം അറിഞ്ഞിട്ടുണ്ടാവണം. കള്ളൻ വിശ്വൻ്റെ തന്തയല്ലേ ഇത് എന്നായിരിക്കും നാളെ മുതൽ മനുഷ്യരുടെ നോട്ടം. എന്തൊരപമാനം! 2 ദിവസം അനിലയും അജിതയും സ്കൂളിൽ പോയില്ല. നാണക്കേട്. നാട്ടുകാരുടെ മുഖത്തു നോക്കാൻ വിഷമം. വിശ്വൻ അടുത്ത ദിവസങ്ങളിലും ചീട്ട് കളിക്കാൻ പോയി. ചില രാത്രികളിൽ വീട്ടിൽ തിരിച്ചെത്തിയുമില്ല. അയാളെ ആര് തിരുത്താൻ? വിമലയ്ക്ക് വീട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായി. ശാപം കിട്ടിയ കുടുംബം. മച്ചും പുറത്തും ദ്രവിച്ചു തുടങ്ങിയ അറകളിലും തണുത്ത ഇരുട്ട് തിങ്ങിയ മൂലകളിലും ദുർദേവതകൾ വാസമുണ്ടെന്ന് തോന്നി. കലാപത്തിൻ്റെ വിത്തുകളും അശാന്തിയും ശാപങ്ങളും വാരി വിതറിക്കൊണ്ട് അദൃശ്യരായി വാഴുന്ന ദുരാത്മാക്കൾ. ഗോപികൃഷ്ണൻ എന്നാണ് അയാളുടെ ജീവിതത്തിലേക്ക് തന്നെ ക്ഷണിക്കുക. നിശ്ചയിച്ചുറപ്പിച്ച കാലദൈർഘ്യമോർത്താൽ മനഃശാന്തിയില്ല. ഇനിയും 4-5 വർഷം കാത്തിരിക്കുക. ഈ ദുരിതങ്ങൾക്കിടയിൽ, ശാപങ്ങൾക്കും അപമാനങ്ങൾക്കുമിടയിൽ ദിവസങ്ങൾക്ക് ശേഷം സുഷമയുടെ ഒരു കത്ത് കിട്ടി. അവളുടെ ചേട്ടൻ 1 മാസത്തിനകം ഗൾഫിൽ നിന്ന് എത്തുമത്രേ. അവിടെ തനിക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട് പോലും. അവൾ എഴുതിയിരിക്കുന്നു.
മാസം 9,000 രൂപയോളം വരുന്ന തുക ശമ്പളമായി കിട്ടും. ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലാണ് ജോലി തരപ്പെടുത്തിയിരിക്കുന്നത്. പാസ്പോർട്ട് എടുത്തു വയ്ക്കണം. യാത്രാ ചെലവിനും മറ്റുമായി 10,000 രൂപയോളം വേണ്ടിവരും. ആ തുകയും ഉണ്ടാക്കണം. ചേട്ടൻ വന്നാൽ 2 മാസത്തിനകം തിരിച്ചു പോകും. അപ്പോൾ കൂടെ പോകാൻ തയ്യാറായിരിക്കണം. വിമല വായിച്ചു മുഴുമിപ്പിക്കാതെ തന്നെ ചിന്തയിലാണ്ടു. 9,000 രൂപയോളം ശമ്പളം കിട്ടുന്ന ജോലി ഒരു സ്വപ്നം പോലെ തോന്നി. അത് സാധ്യമാണോ? താൻ ഒരുത്തി 1 മാസം ജോലി ചെയ്താൽ അബദ്ധത്തിലല്ലാതെ 9,000 രൂപ എണ്ണിത്തരാൻ ആർക്കെങ്കിലും തോന്നുമോ? സുഷമയ്ക്ക് പിശക് പറ്റിയതാവണം. 900 രൂപയെന്നാവും ഉദ്ദേശിച്ചത്. അക്കത്തിലും അക്ഷരത്തിലും 9,000 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. നേരിട്ട് കണ്ട് ചോദിക്കണം. വിമല സുഷമയുടെ വീട്ടിൽ പോയി. സുഷമ ചേട്ടൻ്റെ കത്ത് അവൾക്ക് കാട്ടിക്കൊടുത്തു. അപ്പോഴാണ് വിശ്വാസമായത്. മോളെ, രക്ഷപ്പെടാനാണെങ്കിൽ ഇത് മതി. 4-5 കൊല്ലം ജോലി ചെയ്യണം. പിന്നെ മതിയാക്കി പോരുക. നല്ലൊരു സമ്പാദ്യമുണ്ടാക്കാം, സുഷമ പറഞ്ഞു. പക്ഷേ 10,000 രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കും? 10 രൂപയുണ്ടാക്കാൻ എനിക്ക് കഴിവില്ല. നിന്റെ അമ്മാമ്മയോട് പറയ് വായ്പ തന്ന് സഹായിക്കാൻ. അദ്ദേഹം ഒരു പണക്കാരനല്ല മോളെ. പെൻഷൻ കാശുകൊണ്ടാണ് ആ മനുഷ്യനും ശ്രീരഞ്ജനിയും കഴിയുന്നത്. അതിൽ നിന്നൊരു വിഹിതം തന്നാണ് എന്നെ പഠിപ്പിക്കുന്നത്. കുറച്ചു രൂപ ഞാൻ കടം തരാം. 2,000-മോ മറ്റോ. ചേട്ടൻ പറഞ്ഞത് 20,000-ഓളം ചെലവ് വരുമെന്ന. പകുതി ചേട്ടൻ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കും. ബാക്കി പകുതിയാണ് നിന്നോട് മുടക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. മോളെ, ഈ ചാൻസ് കൈവിട്ട് കളയരുത്. 30,000-മോ 40,000-മോ മുടക്കി ഇത് കൊത്തിപ്പറിക്കാൻ വേറെ ആളുണ്ടാവും. എൻ്റെ പ്രത്യേക ശുപാർശ കാരണമ്മ ചേട്ടൻ നിന്റെ കാര്യത്തിൽ ഇത്ര താല്പര്യമെടുത്തത്. വിമല ചിന്താധീനയായി മടങ്ങി. ആദ്യം അമ്മാമ്മയെ വിവരം ധരിപ്പിച്ചു. കത്തും കാണിച്ചു. ഇത് സത്യമാണെങ്കിൽ വീട് വിറ്റിട്ടാണെങ്കിലും നീ പോകണം. കുടുംബം രക്ഷപ്പെടും. വീട്ടിലെ ദുരിതത്തിൽ നിന്ന് നിനക്ക് മാറി നിൽക്കുകയും ചെയ്യാം. എങ്ങനെ പണമുണ്ടാക്കും? ഞാൻ ഗംഗാധരനോട് ഒന്ന് ആലോചിക്കാം. ഭൂമിയുള്ളത് പണയപ്പെടുത്താൻ പറയാം. പക്ഷേ ഇത് ചതിയാണോന്ന എൻ്റെ പേടി. ഇപ്പോൾ ഗൾഫ് ജോലിയുടെ പേരും പറഞ്ഞ് ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ആലോചിച്ചു വേണം എടുത്തു ചാടാൻ. ഇതെനിക്ക് വിശ്വാസമാ. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുടെ സഹോദരനാ. എനിക്ക് ആളെ പരിചയമുണ്ട്. എന്നാലും വിശ്വസിച്ചുകൂടാ. കാലം ഇതല്ലേ. വിമല അടുത്തതായി ഗോപികൃഷ്ണനെയും വിവരം അറിയിച്ചു. കത്തയച്ച് അറിയിക്കുകയായിരുന്നു. പിന്നെ സ്റ്റേഡിയത്തിൽ വെച്ച് തമ്മിൽ കണ്ടുമുട്ടി. ഗോപികൃഷ്ണൻ അസന്തുഷ്ടനായി കാണപ്പെട്ടു. ശുണ്ടിയും ദേഷ്യവും അടക്കാൻ കഴിയാതെ അയാൾ പറഞ്ഞു, എനിക്കിഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. 1,00,000 രൂപ നിനക്ക് മാസശമ്പളം കിട്ടുമെങ്കിലും ശരി. വിമല വിഷ്ണയായി നിന്നു. അടുത്ത ഭാഗം നാളെ.